JK ഔട്ട്സൈഡാ വിഷ്ണു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെഷൻ. ഓക്കെ ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം സെഷൻ. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സെഷൻ. സോ എൻ്റെ പേര് വിഷ്ണു. ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓഡിബിൾ ആണോ സൗണ്ട്? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. എനിക്ക് ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലബ് ഹൗസ് ഡിസ്കഷൻ കൊണ്ട് ഇതൊരു സെഷൻ അല്ല, ആക്ച്വലി ഒരു ഡിസ്കഷനാണ്. നമുക്ക് ഡേറ്റാ ബേസ്ഡ് ക്ലൗഡ് സർവീസസിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഏതൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ആമസോൺ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ആഷ്വർ ഉണ്ട്, പിന്നെ ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലൗഡിൽ നമുക്ക് ഡേറ്റാബേസ് സർവീസസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് എന്താണ് അങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ക്ലൗഡിലുണ്ട്. പിന്നെ നമുക്ക് ഈ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂർ സമയത്തിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റാബേസ് സർവീസസ് നമുക്ക് ക്ലൗഡിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷൻ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഇതെന്നിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പ്ലാനുണ്ട്. സോ പിന്നീട് ഇത് ലിസൺ ചെയ്യണമെന്നുള്ളവർക്കും അവിടുന്ന് ലിസൺ ചെയ്യാവുന്നതാണ്. അപ്പം IT കേരള മലയാളം എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ ഓഡിയോ ഇടുന്നുണ്ട്. കാരണം അത് ഇടാനുള്ള ഒരു കാരണം, അല്ലാത്ത പക്ഷം ഈ ഡിസ്കഷൻസ് നടന്നു കഴിയുമ്പോൾ അതോടുകൂടി ഈ കാര്യങ്ങൾ സ്റ്റോപ്പ് ആവുകയാണ്. അവിടെ ഇട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കാത്തവർക്കും പിന്നീട് ഇത് കേൾക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങളിത് റെക്കോർഡ് ചെയ്യാൻ ഉള്ള പ്ലാൻ ഉണ്ട്. സോ അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് ഒരു ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ടോക്ക് ചെയ്യാം. ഇതൊരു ഡിസ്കഷൻ പോലെയാണ്, സെഷൻ പോലെയല്ല. സോ ഞാൻ ഇനീഷ്യലി ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് പറയാം കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ, ക്ലൗഡ് ഡേറ്റാബേസ് മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെബ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു സിനാരിയോ കൺസിഡർ ചെയ്യാം. വേറെ ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. മൊബൈൽ ഡെവലപ്മെൻറ്റ്സ്, അല്ലാതെ വിൻഡോസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലിനക്സ്, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് രീതിസ് ഉണ്ട്. പക്ഷേ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്തിട്ട് ആ കൺസെപ്റ്റിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ക്ലൗഡ് ഡേറ്റാബേസസ് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. സോ വെബ് ഡെവലപ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ വെബ്സൈറ്റിന് 2 ഭാഗം കാണും. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് ഭാഗം കാണും, പിന്നെ അതിൻ്റെ ബാക്ക് എൻഡ് ഭാഗം കാണും. സോ ബാക്ക് എൻഡ് ഭാഗത്താണ് നമ്മൾ ഈ ഡേറ്റ കൂടുതലായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഭാഗം. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് കൂടുതലും യൂസർ ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. സോ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഡേറ്റ, ഫ്രണ്ട് എൻഡിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഏത് ലാംഗ്വേജിൽ വേണോ നമുക്ക് എഴുതാം. JSPയിലോ അല്ലെങ്കിൽ ആംഗുലാറിലോ റിയാക്റ്റിലോ .NET കോറിലോ ഓരോ ഡെവലപ്പേഴ്സിൻ്റെയും ആ ഒരു കംഫർട്ടബിൾ പോലെ അവർക്ക് അവരുടേതായ രീതിയിൽ ഏത് ലാംഗ്വേജിൽ വേണോ അത് എഴുതാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, ബാക്ക് എൻഡിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസസ് ഉണ്ട്, അവിടെയും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻസ് അവരുടെ തന്നെ ഓൺ പ്രമിസ് ആയിട്ടുള്ള സെർവറിൽ ഈ ഡേറ്റാബേസും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടുന്ന് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരുപാട് യൂസേഴ്സ് അറ്റ് എ ടൈം, എസ്പെഷ്യലി ഈ
ആമസോൺ പോലെയുള്ള സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാഷ് സെയിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ നടക്കുന്ന ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ യൂസേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് യൂസേഴ്സ് തന്നെ കാണത്തില്ല. അപ്പോൾ ഇതിനനുസരിച്ച് ഓൺ പ്രമിസ് ആയിട്ടാണ് ഈ ഡേറ്റാബേസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് യൂസർ ഈ ഓർഗനൈസേഷൻസ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കീപ്പ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം വന്നിരുന്നു. പക്ഷെ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഫ്രണ്ടായിട്ട് ഒരുപാട് കോസ്റ്റ് അവർ ഇതിനു വേണ്ടി ബിയർ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത് അനാവശ്യമായിട്ടുള്ളൊരു എക്സ്പെൻസാണ്. കാരണം ചിലപ്പോൾ അന്നൊരു ഫ്ലാഷ് സെയിൽ അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു രീതിയിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത്രയും സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. പിന്നെ ഓൾറെഡി തന്നെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്ത് വയ്ക്കണം. സോ അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഓൺ പ്രമിസിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു വശം മാത്രം, ഇതല്ലാതെ തന്നെ ഇതിൻ്റെ സെർവർ റാക്കും അങ്ങനെയുള്ള കാര്യങ്ങളും കീപ്പ് ചെയ്യണം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റാഫ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ക്ലൗഡിലുള്ള സർവീസസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലൗഡിൽ ഒരുപാട് സർവീസസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രൊവൈഡേഴ്സ്, അതായത് ഈ ആമസോണോ മൈക്രോസോഫ്റ്റ് ആഷറോ അല്ലെങ്കിൽ ഗൂഗിളോ, ഇവരൊക്കെ അവരുടെ ഹൗസ് പ്രൊജക്ട്സിന് വേണ്ടി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു. പിന്നീട് അത് അവർ കൈൻഡ് ഓഫ് സെല്ലിങ് ടു ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ്. അതാണ് ഈ ക്ലൗഡിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന പ്രധാന കാര്യം. സോ ഈ ക്ലൗഡിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് ഒരു ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സ്പെൻഡിച്ചർ, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പോൾ സിമ്പിൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മിക്കവാറും പേര് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ നമുക്ക് ഓൺ ഹൗസായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പവർ ഗ്രിഡിൽ നിന്ന് നമുക്കത് ബോറോ ചെയ്ത് റെൻ്റൽ പോലെ യൂസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഒരു അപ്രോച്ചിലേക്കായിരിക്കും കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇനീഷ്യൽ എക്സ്പെൻസ് കുറവാണ്. സോ ആ ഒരു രീതിയിലാണ് ക്ലൗഡിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇതെപ്പോഴും സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം ചില കേസസിൽ ഓൺ പ്രമിസ് ആയിട്ടുള്ള ഒരു കേസ് തന്നെ ആയിരിക്കും സ്യൂട്ടബിൾ. കാരണം ക്ലൗഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ കോസ്റ്റ് അവർക്ക് ഓൺ പ്രമിസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാഭിക്കാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഒരു എക്സ്പാൻഷൻ്റെ ഒരു പ്രോബബിലിറ്റി ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ക്ലൗഡിലേക്ക് പോകുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻസ് എല്ലാം ഇതുപോലെ ക്ലൗഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴേ കണ്ടുവരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ബേസ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാബേസസ് ഈ മൂന്നിലും ഏതൊക്കെ രീതിയിൽ കൊടുക്കുന്നു എന്ന് നോക്കാം. സോ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ? എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ഇനി ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റാബേസ് സർവീസസ് ഇതുപോലത്തെ പ്രധാനപ്പെട്ട ക്ലൗഡ് പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നു എന്ന് നോക്കാം. ഡേറ്റാബേസസിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാബേസിൻ്റെ കൺസെപ്റ്റ് നോക്കുമ്പോൾ പ്രധാനമായിട്ട് 2 കാറ്റഗറി ഓഫ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് നമുക്ക് കാണാൻ പറ്റും. റിലേഷണലും നോൺ റിലേഷണൽ ഡേറ്റാബേസും. റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് ഡേറ്റാബേസാണ്. അതായത് അതിൽ നമുക്ക് ഒരു ഡേറ്റയെ നമുക്കൊരു സ്ട്രക്ചേർഡായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. സ്ട്രക്ചേർഡായിട്ട് അതിനെ ടേബിൾസും കോളംസും ആയിട്ടൊക്കെ തരംതിരിക്കാൻ പറ്റും. അതാണ് റിലേഷണൽ ഡേറ്റാബേസ്. അതെന്താണ് റിലേഷണൽ ഡേറ്റാബേസ് എന്നുള്ളത് നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ബേസിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷണൽ ഡേറ്റാബേസ് ആയിരിക്കും പ്രിഫറബിൾ ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഈ ടേബിൾസ് ആയിട്ട് നമ്മൾ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യും. ഓരോ പ്രോപ്പർട്ടീസ്, ഓരോ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കോളംസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. കോളംസ് ആൻഡ് റോ ആ ഒരു കൺസെപ്റ്റിലായിരിക്കും
ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അവിടെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടേബിൾസ് തമ്മിൽ നമുക്ക് റിലേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഫോറിൻ കീ, പിന്നെ പ്രൈമറി കീ റിലേഷൻ, അങ്ങനെ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ റിലേഷണൽ ഡേറ്റാബേസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ റിലേഷണൽ ഡേറ്റാബേസിൻ്റെ ഒരു രീതി. അത് ഒരു തരത്തിലുള്ള ഡേറ്റാബേസ്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു ഡേറ്റാബേസാണ് ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ. അതായത് ഈ ആമസോൺ പോലെയുള്ള ഈ ഷോപ്പിംഗ് വെബ്സൈറ്റ്സിലൊക്കെ ആ ഒരു ഡേറ്റ ഒരു സ്ട്രക്ചേർഡ് രീതി ആയിരിക്കില്ല. പല ഐറ്റംസിനും പല തരത്തിലുള്ള പ്രോപ്പർട്ടീസും പലതരത്തിലുള്ള ആട്രിബ്യൂട്ട്സും അതൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള തരത്തിലുള്ള ഡേറ്റാബേസാണ് NoSQL എന്ന് പറയുന്നത്. അപ്പോൾ NoSQL ടൈപ്പ് ഓഫ് ഡേറ്റാബേസും കൂടുതലായിട്ട് ഈ ക്ലൗഡ്സ് പല ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ രണ്ടും പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് കൂടാതെ തന്നെ പിന്നെ വേറെ ഒരു കാറ്റഗറി ഓഫ് ഡേറ്റാബേസ് ഉണ്ട്. ഇൻ മെമ്മറി ഡേറ്റാബേസ് എന്ന് പറയും. അതായത് നമ്മുടെ ആപ്ലിക്കേഷനും ഡേറ്റാബേസും തമ്മിൽ ഉള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി അതിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇൻ മെമ്മറി ഡേറ്റാബേസ് എന്ന് പറയും. അതൊരു ക്യാഷിംഗ് പർപ്പസാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഫാസ്റ്റിൽ ആപ്ലിക്കേഷൻ ഡേറ്റ കുറച്ചുകൂടെ റെസ്പോൺസീവായിട്ട് യൂസേഴ്സിനെ സെർവ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കേസ് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇൻ മെമ്മറി ഡേറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി ഈ 3 തരത്തിലുള്ള ഡേറ്റാബേസ് ടൈപ്സും ഈ 3 ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഗൂഗിളിലും ആമസോണിലും മൈക്രോസോഫ്റ്റ് ആഷ്വറിലും എങ്ങനെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. സോ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്ക് ഹാൻഡ് ഐക്കൺ പ്രസ് ചെയ്യാം. കാരണം ഒരു സെഷൻ പോലെ പറഞ്ഞ് പോകുന്നതല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളവർക്ക് അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും സജഷൻസോ? സജിത്ത്, ഞാൻ താങ്കളെ മോഡറേറ്റർ ആക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇതിലേക്ക് ഹാൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ മുരളി പറഞ്ഞോളൂ. ഓക്കെ വിഷ്ണു, ഇപ്പം ക്ലൗഡിലുള്ള കോമൺ ഡാറ്റാബേസ് സർവീസസുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ലെവൽ ലൈക്ക് ക്ലൗഡ് സ്പെസിഫിക് ആയിട്ട് ഒന്ന് വാക്ക് ത്രൂ ചെയ്യൂ. ലൈക്ക് ഇൻ ദ സെൻസ് AWS, Azure, പ്രോബബ്ലി Oracle Cloud, അങ്ങനത്തെ കീ ക്ലൗഡ് സർവീസ്. ഒറാക്കിൾ ക്ലൗഡ് എനിക്ക് വലിയ ഇതില്ല, ഫെമിലിയർ അല്ല. ഞാൻ ബാക്കി 3ൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആമസോൺ. ഓക്കെ, അപ്പം ഇതിൽ വേറെ ആരെങ്കിലും ഒറാക്കിൾ ക്ലൗഡ് സ്പെസിഫിക് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ. റിലേഷണൽ ഡേറ്റാബേസ് നമുക്ക് ആമസോണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആമസോണിൽ നമുക്ക് ഈ റിലേഷണൽ ഡേറ്റാബേസ് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണ് വിഷ്ണു. I'm just going on mute, so ആരും ഡിസ്റ്റർബ് ചെയ്യാല്ലാത്തോണ്ടേ. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമുക്ക് ആദ്യം ആമസോൺ വെബ് സർവീസസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആമസോൺ ഇതുപോലെ ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡറാണ്. ഇതുപോലെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊവൈഡറാണ് മൈക്രോസോഫ്റ്റ് ആഷ്വറും ഗൂഗിൾ ക്ലൗഡും. സോ ആമസോണിൽ റിലേഷണൽ ഡേറ്റാബേസസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ള ഒരു സിനാരിയോ നോക്കാം. സോ റിലേഷണൽ ഡേറ്റാബേസ് ആമസോണിൽ നമുക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അതായത് അവരുടെ ഒരു VM വാങ്ങിയിട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അതായത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ലെവലിലും അവർ ഈ ഡേറ്റാബേസ് റിലേഷണൽ ഡേറ്റാബേസും നോൺ റിലേഷണൽ ഡേറ്റാബേസസും കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും എപ്പോഴാണ് ഇതിൻ്റെ കേസ് സ്റ്റഡി, ഇതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യകത വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം.
അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലെഗസി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പഴക്കമുള്ള ഒരു ആപ്ലിക്കേഷൻ, അത് മേ ബി VBയിലോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ലാംഗ്വേജിലോ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അതിനൊരു ഇതുപോലെ ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഡേറ്റാബേസിന് ആ ഒരു എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ക്ലൗഡിലേക്ക് മൂവ് ചെയ്യാൻ അവർക്ക് വേണമെങ്കിൽ ഇനിഷ്യലി ഒരു VM എന്ന് പറയുന്നത് ആമസോണിൽ EC2 എന്ന് പറയുന്ന ഒരു സർവീസാണ്. ഇലാസ്റ്റിക് കമ്പ്യൂട്ട് എന്നാണ് അതിനെ പറയുന്നത്. ഒരു VM പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറിലുള്ള ഡേറ്റാബേസ് വേണോ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിളാണത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ VMൻ്റെ കോസ്റ്റ് ബിയർ ചെയ്യേണ്ടി വരും. പിന്നെ VMൻ്റെ മെയിൻ്റനൻസ് ബിയർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ഡേറ്റാബേസിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യുന്ന ഓപ്സോ അല്ലെങ്കിൽ ഡെവലപ്പറോ അത് ബിയർ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊക്കെയുള്ള ഒരു കേസ് വരുന്നത് കൊണ്ട് ക്ലൗഡിലേക്ക് ഉള്ള മൈഗ്രേഷനിൽ ഇനിഷ്യൽ പാർട്ടായിട്ട് മാത്രമേ ഞാൻ ഈ പറഞ്ഞ അപ്രോച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒട്ടും കോസ്റ്റ് എഫക്റ്റീവ് അല്ലാത്ത ഒരു മോഡലാണത്. പക്ഷേ ചില കേസിൽ അങ്ങനെ മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പല സിനാരിയോസിൽ ഇപ്പോൾ പഴയ കുറേ ആപ്ലിക്കേഷൻസ് അവർക്ക് ഇനിഷ്യലി പെട്ടെന്ന് നമുക്ക് ക്ലൗഡിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രമേണ VMൽ മൂവ് ചെയ്തിട്ട് ബാക്കി പിന്നെ പാസ് ലെവലിലുള്ള സർവീസസിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റാബേസ് ക്ലൗഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അതായത് ഇതുപോലെ VMനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റാബേസ്, നമുക്ക് ഏത് ഡേറ്റാബേസും ആയിക്കോട്ടെ, ഇപ്പോൾ ഒറാക്കിൾ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡേറ്റാബേസ് ആയിക്കോട്ടെ, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യുന്ന DB ഒറാക്കിൾ ആണെന്നിരിക്കട്ടെ. എനിക്ക് ഇപ്പോൾ ആമസോണിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒറാക്കിൾ DB ആമസോണിൽ നിന്ന് പാസ് സർവീസിൽ നിന്ന് തന്നെ എനിക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു രീതി. അതേസമയം നമ്മുടെ മൈക്രോസോഫ്റ്റ് ആഷ്വറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഈ പാസ് സർവീസ് വഴി ഒറാക്കിൾ DB അവർ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മൈക്രോസോഫ്റ്റ് ആഷ്വറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആകെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ VM പർച്ചേസ് ചെയ്തിട്ട്, അതായത് വെർച്വൽ മെഷീൻ അഷ്വറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തൊരു ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ആ ഒരു രീതി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് അഷ്വറിലുള്ളൂ. അതേസമയം ആമസോണിലാണെങ്കിൽ നമുക്ക് പാസ്, അതായത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസായിട്ട് കുറേ ഫ്ലേവേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണ് അവർ കൊടുക്കുന്നതെന്ന് ഇപ്പം നോക്കാം. അറൗണ്ട് 6 വെറൈറ്റി ഓഫ് ഡേറ്റാബേസ് എൻജിൻസ് ആമസോൺ കൊടുക്കുന്നുണ്ട്. MySQL കൊടുക്കുന്നുണ്ട്, പിന്നെ MariaDB എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് കൊടുക്കുന്നുണ്ട്, MS SQL മൈക്രോസോഫ്റ്റ് SQL സെർവർ കൊടുക്കുന്നുണ്ട്, PostgreSQL കൊടുക്കുന്നുണ്ട്, പിന്നെ ഒറാക്കിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആമസോണിൻ്റെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആമസോൺ അറോറ എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസും കൊടുക്കുന്നുണ്ട്. സോ ഇത് ഇത്രയാണ് ആമസോണിൽ കൊടുക്കുന്ന റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. സോ ഇത് ആമസോണിൽ നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ ഇനിഷ്യലി ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ചിൽ വെറുതെ RDS എന്ന് ടൈപ്പ് ചെയ്താൽ മതി. RDS എന്നോ അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് സർവീസസ് എന്നോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ആമസോൺ ഇൻ്റർഫേസിൽ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പുതിയതായിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ സർവീസസും പെയ്ഡ് ടൈപ്പ് ആയിരിക്കും മിക്കവാറും ഉള്ളതൊക്കെ. സോ അത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൊടുക്കാൻ. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം അവർ എന്തെങ്കിലും ഫ്രീ അക്കൗണ്ട് പോലെ നൽകുന്നുണ്ട്. അതായത് അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഇതാണെങ്കിൽ ആമസോൺ ആണെങ്കിൽ അറൗണ്ട് 12 months അവർ കുറേ സർവീസസ് ഫ്രീ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫ്രീ ലിമിറ്റിനകത്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അത് ചാർജ് ചെയ്യത്തില്ല. പക്ഷേ വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം ഓരോ സർവീസസും യൂസ് ചെയ്യേണ്ടത്. അതായത് ഇതിൽ പറഞ്ഞ ഈ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞ സർവീസ് മുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിലൊരു റിലേഷണൽ ഡേറ്റാബേസ് സർവീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് ഇൻസ്റ്റൻസ് എന്നാണ് പറയുന്നത് ആമസോണിൽ.
അത് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആമസോൺ ചോദിക്കും ഏത് ഫ്ലേവറിലുള്ള ഡേറ്റാബേസ് ആണ് വേണ്ടതെന്നുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ആണ്, മൈ സീക്വൽ ആണോ, മെറിയ ഡി ബി ആണോ, അതായത് MS സീക്വൽ ആണോ, അതായത് പോസ്റ്റ് സീക്വൽ ആണോ, ഒറാക്കിൾ ആണോ, ആമസോൺ അറോറ ആണോ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചോദിക്കും. ഇതിൽ ഈ ആമസോൺ അറോറ എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസാണ്. ബാക്കി എല്ലാ ഡേറ്റാബേസും ഒരുമാതിരിപ്പെട്ട ഡെവലപ്പേഴ്സൊക്കെ അറിയാവുന്ന ഡേറ്റാബേസാണ്. അത് ഈ ക്ലൗഡ് വഴി നമുക്ക് പ്രൊവൈഡ് അവർ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിലെ ഡിഫറൻസസ്. ഇത് കൂടാതെ ക്ലൗഡിലായതുകൊണ്ട് കുറേ അഡ്വാൻറ്റേജസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കതും നോക്കാം. ഇതിൽ ഈ ആമസോൺ അറോറ ഒരു സ്പെസിഫിക് ഡേറ്റാബേസ് ആണെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അതൊരു സെർവർലെസ് ഡേറ്റാബേസും കൂടിയാണ്. അതായത് അത് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ തരുന്നുണ്ട്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ആമസോണിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആയതുകൊണ്ട് പിന്നീട് ഈ ക്ലൗഡ് വിട്ട് ആമസോൺ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് മൈഗ്രേഷൻ എഫേർട്ട് അവിടെ വേണ്ടി വരും. സോ അതുകൊണ്ട് ചില ബ്ലോഗ്സിലൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ആമസോൺ അറോറ യൂസ് ചെയ്യുമ്പോൾ അതിന് കുറേ ഫീച്ചേഴ്സ് കിട്ടും. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ല ഹൈ അവൈലബിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അത് കുറച്ച് ഈ റെപ്ലിക്കേഷൻ അങ്ങനെയുള്ള ലെവലിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ തരുന്നുണ്ട്. എന്നാൽ അതേസമയം അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതൊരു ഒരു സ്പെസിഫിക് ആമസോണിൻ്റെ ഒരു സ്പെസിഫിക് ഡേറ്റാബേസുമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടൈഡപ്പ് ആവുന്ന ഒരു കേസ് വരും. സോ ഇതിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഡേറ്റാബേസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഈ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഫീച്ചറിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അനദർ കൺസിഡറേഷൻ ഇതിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ലൗഡ് സർവീസിൽ നിന്ന് യൂസ് ചെയ്യുന്ന RDS അതല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു VMൻ്റെ ടോപ്പിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ VMലാണ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ VM നമ്മൾ മാനേജ് ചെയ്യേണ്ടുന്ന കാര്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്കൊരു RDS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആമസോൺ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ SSH ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ഈ പാച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആമസോൺ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം അതിൻ്റെ അവൈലബിലിറ്റി എല്ലാം മാനേജ് ചെയ്യുന്നത് അവർ തന്നെയാണ്. പിന്നെ നമുക്കിതിൻ്റെ അവൈലബിലിറ്റി കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. അതായത് നമ്മുടെ ആപ്ലിക്കേഷന് ഇത് ഫുൾ ടൈം ഇത് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു കേസ് വരികയാണ്. ഒരിക്കലും ഇത് ഡൗൺ ആവാൻ പാടില്ല. സോ അങ്ങനെയുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി റീജിയനും മൾട്ടി അവൈലബിലിറ്റിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കതിൽ ഓരോ ഡീപ്പ് വശങ്ങളിലേക്ക് നമുക്കിപ്പം പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കത് ഒരു RDS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RDSൻ്റെ ഏത് ഫ്ലേവറോ ആയിക്കോട്ടെ, വേണമെങ്കിൽ ഇതാവാം, ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SQL സെർവർ ആവാം, പോസ്റ്റ്ഗ്രേ ആവാം, ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു കോൺഫിഗറേഷനിലും അഡ്വാൻസിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റെപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവൈലബിലിറ്റി സോൺസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അനുസരിച്ച് ഈ ഓട്ടോ സ്കെയിൽ ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ കൂടുതൽ യൂസേഴ്സ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ RDS കുറച്ചുകൂടി എക്സ്പാൻഡബിൾ ആവാനും അല്ലാത്ത സമയത്ത് ഇത് കുറയ്ക്കാനും അതിൻ്റെയൊക്കെ ഓപ്ഷൻസും ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ബാക്കപ്പൊക്കെ ഓട്ടോമാറ്റിക്കാണ്. അതായത് ഇവർ തന്നെ എടുത്തോളും, ആമസോൺ തന്നെ എടുത്തോളും. ആമസോൺ അല്ലെങ്കിൽ ഏതൊരു ക്ലൗഡ് പ്രൊവൈഡറാണോ അവർ തന്നെ ഇത് എടുത്തോളും. പിന്നെ നമുക്ക് അതിന് സ്നാപ്ഷോട്ട്സ് എന്നൊക്കെ പറയും. സ്നാപ്ഷോട്ട്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതൊരു മന്ത്ലി ചാർജ് വച്ചിട്ടായിരിക്കും ഇവർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്കെയിലപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൊറേറ്റഡ് ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഹയർ ആയിട്ടുള്ള ഇൻസ്റ്റൻസാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹയർ ആയിട്ടുള്ള ഒരു കോസ്റ്റ് വരും. അതേസമയം നമ്മളതിനെ കുറച്ച് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചേ ആവത്തുള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യാനാണ് പ്ലാന് എന്നുണ്ടെങ്കിൽ, ഇതൊരു ബിഗിനർ ലെവൽ സെഷനാണ്. സോ ട്രൈ ഔട്ട് ചെയ്യാനാണ് ആർക്കെങ്കിലും താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസിൽ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഉള്ള ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോസ്റ്റ് അതേപടി കൂടും. പിന്നെ ആമസോണിലാവുമ്പോൾ നമുക്ക് ഈ
RTS അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസിന് നമുക്ക് 2 മോഡിൽ സെറ്റ് ചെയ്യാം. അതായത് ഇത് നല്ലൊരു ഫുൾ അവൈലബിലിറ്റി, അതായത് മൾട്ടി അവൈലബിലിറ്റി സോൺ എന്ന് പറയും. ഡിസാസ്റ്റർ റിക്കവറിക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമസോണിലെ എല്ലാ സർവീസസും ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഒരു ഫുൾ ജിയോഗ്രാഫിക്കൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ഡിഫറെൻറ്റ് റീജിയൻസ് ആയിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട്. സോ ആമസോൺ വെബ് സർവീസസ് റീജിയൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള റീജിയൻസ് ഒക്കെ കാണാൻ പറ്റും. സോ ആ ഒരു ഡിഫറെൻറ്റ് റീജിയൻസിനെ പിന്നെയും തരംതിരിച്ച് ഇതുപോലെ അവൈലബിലിറ്റി സോൺസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവൈലബിലിറ്റി സോൺസ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. സോ ഒരു റീജിയനകത്ത് തന്നെ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺസ് വരും. സോ അതിൻ്റെ മീനിങ് ഒരു ഡേറ്റാബേസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിൽ സ്പാൻ ചെയ്ത് ഇടാൻ പറ്റും. സോ അതിൻ്റെ മീനിങ് ഒരു അവൈലബിലിറ്റി സോൺ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ക്ലൗഡിൽ ചിലപ്പോൾ പവറിൻ്റെ ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയൻ ഡൗൺ ആവുന്നത് കൊണ്ടൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ബാക്കിയൊരു സ്ഥലത്ത് കൂടി ഇത് കിടന്നു കഴിഞ്ഞാൽ അത് അപ്പോഴും ആ സർവീസ് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ച് അതിൻ്റെ എമൗണ്ടിനും ഒരു കോസ്റ്റിനും വ്യത്യാസം വരും. അതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കേസിനും യൂസ് ചെയ്യാനായിട്ട് റെപ്ലിക്കാസ് സെറ്റ് ചെയ്യാനും ഓപ്ഷനുണ്ട്. അതായത് നമുക്കൊരു പ്രൈമറി ഒരു ഡേറ്റാബേസ് ഉണ്ട്, അതിൻ്റെ ഒരു കോപ്പി, ഒരു റെപ്ലിക്ക നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ആമസോണിൽ ഒരു RTS സർവീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു RDSൻ്റെ റെപ്ലിക്ക സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റീഡ് ആയിട്ടുള്ള സിനാരിയോസൊക്കെ ആ റെപ്ലിക്കാന്ന് റീഡ് ചെയ്യാനും പ്രധാനപ്പെട്ടത് എല്ലാം മാത്രം പ്രൈമറിയിൽ നിന്ന് ചെയ്യാനും വേണ്ടിയുള്ള രീതിയിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെവലപ്മെൻറ്റ് സിനാരിയോസിനും ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസിൽ തന്നെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. ഡെവ് കാണും, പിന്നെ UAT കാണും, പിന്നെ ലൈവ് കാണും. സോ ഡെവ് അങ്ങനെയുള്ള അധികം ക്രിട്ടിക്കൽ അല്ലാത്ത സിനാരിയോസിലൊക്കെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസിൽ തന്നെ റൺ ചെയ്താൽ മതിയാവും. കാരണം അതിന് ഒരുപാട് കോസ്റ്റ് കുറവാണ്. അതേസമയം ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്പാൻ ചെയ്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹൈ അവൈലബിലിറ്റി അല്ലെങ്കിൽ മൾട്ടി റീജിയൻ അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓട്ടോ സ്കെയിൽ ആയിക്കോളും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കപ്പ് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആമസോൺ കൊടുക്കുന്ന ഒരു സർവീസ്. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ? വിഷ്ണു, പറഞ്ഞോളൂ ജിയോ. അല്ല, ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ലൈക്ക് ഇതിന്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ. ആക്ച്വലി ആമസോണിലെ AWS പ്രോബ്ലി എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സും തരുന്ന ഒരു ഓപ്ഷനാണ്. ലൈക്ക് ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു VM ആയതുകൊണ്ട് തന്നെ ഇതൊരു ഷെയർഡ് VM ആവാം. ഓക്കെ. അപ്പം ഷെയർഡ് VMന് കോസ്റ്റ് കുറവായിരിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റൻസ് കംപ്ലീറ്റ് ടു അവർ സെൽഫ് ആണെങ്കിൽ കോസ്റ്റ് കൂടുകയും ചെയ്യും. ഷെയർഡ് VM ആകുമ്പം നമ്മുടെ ആ VMൽ തന്നെ വേറെ കസ്റ്റമേഴ്സിന്റെ DBs ഉണ്ടാവും. ഓക്കെ. പക്ഷെ അവരത് നമുക്ക് ഉള്ളത് പോലെ മാത്രമായിട്ട് തരത്തുള്ളൂ. പിന്നെ വേറൊരു കേസ് കൂടെ ഉള്ളത്, ഇതിന്റെ ഹാർഡ് ഡിസ്കിന്റെ ബേസ് ചെയ്തും ഇതിന്റെ കോസ്റ്റിന് വേരിയേഷൻ വരും. ലൈക്ക് SSD പോലുള്ള ഹാർഡ് ഡിസ്കുകൾ ഉള്ള ഇൻസ്റ്റൻസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെയും കോസ്റ്റ് വേരി ചെയ്യും. ഓക്കെ. ഇപ്പോൾ സാധാ ഒരു സിനാരിയോയിൽ നമുക്ക് പോകുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു പെർഫോമൻസ് ലെവലിൽ SSDയിൽ തന്നെ ആയിരിക്കില്ലേ മിക്കവാറും? ഞാൻ വർക്ക് ചെയ്ത പ്രോജക്ട്സിലൊന്നും SSD പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിനാരിയോ ഒന്നും വന്നിട്ടില്ല. VMന്റെ കപ്പാസിറ്റി കൂടിയിട്ട് ഹാർഡ് ഡിസ്ക് നോർമൽ ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ SSD ഇപ്പം ഭയങ്കര നാനോ സെക്കൻഡ് പോലെയുള്ള മിഷൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സിനാരിയോസിൽ ഹൈ പെർഫോമൻസ് നമുക്ക് ആ ത്രൂപുട്ട് കിട്ടണമെങ്കിൽ വി ക്യാൻ
അത് എപ്പോഴും ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്രോജക്റ്റ് ആണ്. അത് അനലൈസ് ചെയ്ത് തന്നെ നമ്മൾ സർവീസ് ചൂസ് ചെയ്യുക. അതെ, തീർച്ചയായിട്ടും. അതിന് ഈ പ്രൈസിങ്, ഇപ്പോൾ ജിയോ പറഞ്ഞ പോലെ പ്രൈസിങ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ പ്രൈസിങ് കാൽക്കുലേറ്റർ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ ഗൂഗിൾ ക്ലൗഡിൽ ഞാൻ ഈ സർവീസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രൈസും അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കും. കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ ക്ലൗഡിൽ ഇനി നമുക്ക് ഗൂഗിൾ ക്ലൗഡിൽ ജിയോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും, ഇല്ല ഇല്ല അല്ലെങ്കിൽ ഇല്ല ഞാൻ ഇല്ല. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. വിഷ്ണു കണ്ടിന്യൂ ചെയ്തു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, കാരണം സെഷൻ അല്ല ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സോ ഓൾവേസ് ഒരു വെൽക്കം. കാര്യം കൂടി ഓക്കെ ഒരു കാര്യം കൂടി പറയാം. ഇതിന്റെ കോസ്റ്റ് റിലേറ്റ് ചെയ്തുള്ള ഒരു കാര്യം തന്നെയാണ്. ലൈക്ക് ഓക്കെ ഇപ്പൊ നമ്മള് SQL സെർവർ, അത് മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ ആണ് നമ്മൾ എടുക്കുന്ന ഇൻസ്റ്റൻസ് എങ്കിൽ അതിന് ഓക്കെ SQL സെർവറിന്റെ ലൈസൻസിങ് കോസ്റ്റ് അഡീഷണൽ ആയിരിക്കും. ഓക്കെ പക്ഷെ ഇപ്പൊ PostgreSQL അല്ലെങ്കിൽ MySQL ഒക്കെ ആണെങ്കിൽ അത് ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസുകളാണ്. ഓക്കെ അപ്പൊ അതിന്റെ കോസ്റ്റ് കുറവായിരിക്കും. ആ ഓ എടുക്കുന്ന ഇൻസ്റ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന DBയുടെ പ്രൈസിങ്ങിനും വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഉം. അതായത് ഈ ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ 2-3 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഫുള്ള് PostgreSQL-ലാണ്. Postgres MS SQL പോലെ ലൈസൻസ്ഡ് അല്ല, അത് ഫ്രീ ടു യൂസ് ആണ്. അപ്പൊ ആ സർവീസിന്റെ ആ VM മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ RDSന് അവരിടുന്ന ഒരു കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് മാത്രം നമ്മൾ ബെയർ ചെയ്താൽ മതി. MS SQL ആണെങ്കിൽ അതിന്റെ ലൈസൻസിങ്ങും കൂടി അതിന്റെ കോസ്റ്റിൽ വരും. ഓക്കെ ഓക്കെ ഈ MySQLും പോസ്റ്റ്ഗ്രേസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ രണ്ടും? ആ, അല്ല എല്ലാം സിമിലർ. ഇപ്പം മെയിൻ ആയിട്ട് 3 ഉള്ളത്, ഈ പോസ്റ്റ്ഗ്രസും MySQLും MS SQLും. അതെ അതെ ഇത് 3 ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ പോസ്റ്റ്ഗ്രസ് അല്പം കൂടി അൻസി കംപ്ലൈന്റ് ആണ് SQLന്റെ കേസിൽ. ഓക്കെ അതായത് ഈ SQL ലാംഗ്വേജിന് ഈ അൻസി എന്ന് പറയുന്ന ഒരു കംപ്ലൈൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് അതായത് അവര് നമുക്കിപ്പോ അൻസി കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെങ്കിൽ അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡിലുള്ള ക്വറീസ് ഒക്കെ ആയിരിക്കും പോസ്റ്റ്ഗ്രസിന് ഉണ്ടാവുക. ഓക്കെ ഇപ്പം നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് 10 റെക്കോർഡ്സ് ഫ്രം എ DB എടുക്കാനാണെങ്കിൽ അൻസി കംപ്ലൈന്റ് SQL ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ പക്ഷെ MS SQLന്റെ SQL കുറയ്ക്കകത്ത് വരുമ്പോൾ ലിമിറ്റിന് പകരം ടോപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അപ്പം അങ്ങനെയുള്ള ഡിഫറൻസുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓക്കെ എല്ലാത്തിന്റെ പെർഫോമൻസ് വൈസും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ ഓക്കെ പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതലും യൂസ് ചെയ്യുന്നത് പോസ്റ്റ്ഗ്രസ് ആണ് ഈ ഓപ്പൺ സോഴ്സ് DBകളിൽ. ഈവൻ അറോറയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അറോറ MySQL ആയിട്ടും PostgreSQL ആയിട്ടും കോമ്പാറ്റബിൾ ആണെന്നാണ് അവർ പറയുന്നത്. ലൈക്ക് വി ക്യാൻ മൈഗ്രേറ്റ് Postgres or MySQL DB to Aurora. അപ്പൊ അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ Aurora is 5 times faster than MySQL and 3 times faster than PostgreSQL എന്നാ പറയുന്നത്. ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഐ ഫീൽ Postgres is പെർഫോമൻസ് വൈസ് ബെറ്റർ ദാൻ MySQL. ഓക്കെ ഓക്കെ പക്ഷെ എനിക്ക് MySQL എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പോസ്റ്റ്ഗ്രസിൽ MS SQL മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഈ ആമസോൺ അറോറയുടെ കേസ് പറഞ്ഞപ്പോഴാണ് അതിൽ ഈ പറഞ്ഞ പോലെ ഈ ജിയോ പറഞ്ഞ പോലെ കുറേ അഡ്വാൻറ്റേജസ് അതിൽ ഉണ്ട് ഈ ആമസോൺ അറോറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒന്ന് അതിൻ്റെ ഹൈ പെർഫോമൻസും സ്കെയിലബിലിറ്റിയാണ്. അതായത് അറൗണ്ട് 15 റീഡ് റെപ്ലിക്ക വരെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന് സ്റ്റോറേജ് അറൗണ്ട് 128 TB വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സർവീസും കൂടിയാണ് ഈ ആമസോൺ അറോറ. അതായത് ഒരു തവണ നമ്മൾ അതിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അറൗണ്ട് 3 അവൈലബിലിറ്റി സോൺസിലായിട്ട് 6 കോപ്പീസ് വീതം
അത് സ്റ്റോർ ചെയ്യും. സോ അങ്ങനെ ഒരു ഹൈ അവൈലബിലിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്റ്റും കുറവാണ്. അതായത് ബാക്കി ഒരു അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡേറ്റാബേസസ് ഇപ്പോൾ MySQL ആയാലും പോസ്റ്റ്ഗ്രേസ് ആയാലും അതിൻ്റെ ഒരു 10% കോസ്റ്റ് മാത്രമേ ഇതിന് ആമസോൺ അറോറയ്ക്ക് വരുന്നുള്ളൂ. സെർവർലെസ് ആണ്. പിന്നെ ഒരു ബൈൻഡിങ് ഈ ഒരു ഡേറ്റാബേസിൽ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പലരും പറയുന്നുണ്ട്. ആ ഒരു കേസിൽ മാത്രമാണ് ആമസോൺ അറോറ കുറച്ച് ഇങ്ങനെ ഒരു വെൻഡർ സ്പെസിഫിക് എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ എന്തെങ്കിലും പ്രോബ്ലം ഇതിൽ തോന്നുന്നുണ്ടോ ജിയോ? ഇല്ല, ഈവൻ അറോറ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല പ്രോജക്ട്സിലൊന്നും. ഓക്കെ ഓക്കെ. സോ നമുക്ക് കോൺവെർസേഷൻ ഒരുപാട് ഡൈവേർട്ട് ചെയ്യില്ലെങ്കിൽ ഞാനൊരു പോയിന്റ് ചോദിച്ചോട്ടെ. ഒബ്വിയസ്ലി GCP യെ പറ്റിയിട്ട് വിഷ്ണു പറഞ്ഞിട്ടില്ല ഇതുവരെ, ബട്ട് ഒരു ഓക്കെ. സോ എന്റെ ക്വസ്റ്റൻ ഇതാണ്. സോ ബിക്കോസ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടുതൽ ഡാറ്റാബേസ് ടെക്നോളജീസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ ഇച്ചിരി സെക്യൂരിറ്റി റിലേറ്റഡ് ആണ് ക്വസ്റ്റൻ. ഓക്കെ നമ്മൾ പല കസ്റ്റമേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും കംപ്ലയൻസ് അല്ലെങ്കിൽ എൻക്രിപ്ഷൻ, ഡാറ്റാബേസ് എൻക്രിപ്ഷൻ വരുമ്പോൾ പലപ്പോഴും ഒരു പ്രശ്നമാകുന്നുണ്ട്. ഞാൻ ഓക്കെ എന്റെ ചോദ്യത്തിന്റെ സ്കോപ്പ് ഞാൻ ക്ലിയർ ആക്കാം. ഞാൻ രണ്ട് രീതിയിലും ചോദിക്കുന്നുണ്ട്. ഓൺ പ്രിമൈസ് സെറ്റപ്പിലും അല്ലെങ്കിൽ ഈ ക്ലൗഡ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ക്ലൗഡ് സർവീസിലും. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ പോലെ രണ്ട് സിനാരിയോസും വരും. ഐ ബിലീവ് എൻക്രിപ്ഷൻ നമ്മൾ ഏത് കീ മാനേജ്മെന്റ് ആണെങ്കിലും അത് ടെക്നോളജിയോട് ടൈഡപ്പ് ആണല്ലോ. അപ്പം അതെ അൽപ്പുട്ട് ദിസ് അപ്പം കീ മാനേജ്മെന്റ് HSM ആസ് എ സർവീസ്, ഈ AWS വരുന്ന ആ കീ മാനേജ് ചെയ്യാനുള്ളതും എൻക്രിപ്ഷന്റെ കീ മാനേജ് ചെയ്യുന്നത് ആസ് എ സർവീസ് വരുന്ന കോൺസെപ്റ്റില് പലപ്പോഴും അഡീഷണൽ കോസ്റ്റ് ഒരു റീസൺ ആവാറുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഓപ്പൺ സോഴ്സ് ടെക്നോളജി, ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് ടെക്നോളജീസിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കീ മാനേജ്മെന്റ് ടെക്നോളജീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇത്? എനിക്ക് ഒരു KVD ആഡ് ചെയ്യും. ഐ എം നോട്ട് കീ മാനേജ്മെന്റിൽ വരുമ്പം കംപ്ലയൻസിന്റെയും അസസ്മെന്റിന്റെയും ഓഡിറ്റിലും ഏറ്റവും ഫെയിലിയർ ആയി വരുന്ന ഒരു പ്രോബ്ലം എൻക്രിപ്ഷൻ കീസ് ഡാറ്റാബേസ് സിസ്റ്റം തന്നെ മാനേജ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മളുടെ ഡാറ്റ എൻക്രിപ്ഷൻ കീസ് ഇസ് നോട്ട് ആക്ച്വലി സെഗ്മെന്റഡ് ഫ്രം യുവർ ഡാറ്റാബേസ് ടെക്നോളജി, ഇഫ് യു ഗെറ്റ് വാട്ട് ഐ ആം സേയിങ്, റൈറ്റ്? അത് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ, അതായത് Oracle TDE പോലെ. എന്താണ്, what is your experience on it other than the service stuff which is key management, AWS KMS or Azure KMS or GCP KMS or HSM service or something? ഞങ്ങളുടെ എക്സ്പീരിയൻസിലും കൂടുതൽ നമ്മളും ഇതുപോലെ ഈ പറഞ്ഞ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന ഒരു കീ മാനേജ്മെൻറ്റ് സർവീസാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കീ മാനേജ്മെൻറ്റ് സർവീസോ അല്ലെങ്കിൽ ഈ കേസോ അങ്ങനെയൊക്കെയുള്ള സർവീസാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. കാരണം ഒരു സെൻട്രൽ ഒരു പ്ലേസിൽ കീസ് എല്ലാം സ്റ്റോർഡായി നിൽക്കും, എൻക്രിപ്ഷൻ്റെ കീസിലായാലും. പിന്നെ കുറച്ച് അല്ലാതെ പിന്നെ ചെയ്യാവുന്നത് ക്ലയൻറ്റ് സൈഡ് ഒരു എൻക്രിപ്ഷനാണ് എൻ്റെ ഒരു ഐഡിയയിലുള്ളത്. അതായത് ആ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു ലെവലാണ്. ആ ഒരു ഐഡിയ മാത്രമാണ് എനിക്ക് പറയാൻ കിട്ടുന്നത്. ജിയോയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇല്ല വിഷ്ണു, എനിക്ക് ആ ഒരു ഏരിയയില് അധികം എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾ ഒരു ക്ലൗഡ് പ്രൊവൈഡറിനെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ KMS തന്നെയായിരിക്കും നമ്മൾ അഡീഷണൽ ഓവർഹെഡ് എടുക്കാതെ. അത്രയും സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. That's fine. Makes sense. മനസ്സിലായി. എന്റെ ചോദ്യത്തിന്റെ സ്കോപ്പ് I guess that made clear ആയിരുന്നു വിശ്വസിക്കുന്നു. മനസ്സിലായി. അതായത് വേറെ എന്തെങ്കിലും ഒരു ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയല്ലേ ചോദിക്കുന്നത് അല്ലേ? അതെ. ഓപ്പൺ സോഴ്സ് ടെക്നോളജി വരുമ്പോൾ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല, ആ ഒരു എക്സ്പീരിയൻസിൽ ചെയ്തിട്ടില്ല അങ്ങനെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ എൻക്രിപ്ഷൻ്റെ പറഞ്ഞുകൊണ്ട് ആ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. സോ ഈ പറഞ്ഞ പോലെ ഡേറ്റ, നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ നമ്മൾ ഇതുപോലെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാണ്. സോ ഈ പറഞ്ഞ പോലെ ഈ മുരളി പറഞ്ഞ പോലെ ഇതുപോലെ ഈ കംപ്ലയൻസ് റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷൻസ് എല്ലാം ഈ ഡേറ്റ ഒരു എൻക്രിപ്റ്റഡ് രീതിയിൽ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു റിക്വയർമെൻറ്റ് മിക്ക ഓർഗനൈസേഷൻസിനും കാണാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തൊക്കെ എൻക്രിപ്ഷൻ ആണെന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂടെ പറഞ്ഞിട്ട് അടുത്തയിലേക്ക് പോകാം. സോ ഈ ഒരു എൻക്രിപ്ഷൻ റിലേഷണൽ ഡേറ്റാബേസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല, അത് മിക്കവാറും ഉള്ള ഡേറ്റ റിലേറ്റഡ് അല്ലെങ്കിൽ ഫയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, അതായത് ഈ പറഞ്ഞ പോലെ NoSQL ആയാലും റിലേഷണൽ DB ആയാലും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്.
എൻക്രിപ്ഷൻ 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് ആപ്ലിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്ത് ഇത് ക്ലൗഡിലേക്ക് അയക്കുന്നതിന് മുന്നേ തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് വിടാം. അത് ക്ലയൻറ്റ് സൈഡ് എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെർവർ സൈഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റ ക്ലൗഡിൽ വന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഡേറ്റാ ബേസിലേക്ക് ഇൻപുട്ട് വരുന്ന ആ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഈ ക്ലൗഡ് പ്രൊവൈഡർ അതിനെ ആ ഡേറ്റയെ ഒരു എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യും. സോ ഈ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കീ യൂസ് ചെയ്യും. ആ കീ 2 രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇതിൽ ഈ RDS ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത്, RDS ക്രിയേറ്റ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞോ അതിൻ്റെ അഡ്വാൻസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഗറേഷൻ സെക്ഷൻ ഉണ്ട്. അവിടെ ഒരു എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ കാണും. അത് ഏത് ക്ലൗഡ് പ്രൊവൈഡർ എടുത്താലും സെയിം തന്നെയാണ്. ആ ഒരു എൻക്രിപ്ഷൻ ഏരിയയിൽ നമുക്ക് 3 രീതിയിൽ എൻക്രിപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. സെർവർ സൈഡ് എൻക്രിപ്ഷനാണ് ഒരു രീതി. ഈ ആമസോണിൽ കാണുന്നത് നമുക്ക് ആമസോൺ തന്നെ ആ ഒരു കീ മാനേജ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുക, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആമസോൺ മാനേജ്ഡ് സ്റ്റോറേജ്. ആ ഒരു ടേം ചെറിയ ഡിഫറൻസ് വരും, കാരണം ഞാനിപ്പോൾ സ്ക്രീനിൽ നിന്നല്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒരു ആമസോൺ മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ ഈസിയാണ്, കാരണം ആമസോൺ ബിഹൈൻഡ് ദ സീൻ ഒരു ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യും. തിരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഡേറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡീക്രിപ്റ്റ് ചെയ്ത് തിരിച്ചു തരും. സോ നമ്മളൊന്നും അറിയുന്നില്ല. സോ ഇതേ കാര്യം തന്നെ വേറെ കുറച്ചും കൂടി വേറെ ഒരു ലെവലിൽ ഇതിൽ ഈ ക്ലൗഡ് തരുന്നുണ്ട്. അതായത് ആമസോൺ തന്നെ ഇത് മാനേജ് ചെയ്യും, പക്ഷേ നമുക്ക് ആ ഒരു കീ വേണമെങ്കിൽ നമുക്ക് കീ മാനേജ്മെൻറ്റ് സർവീസിൽ സ്റ്റോർ ചെയ്യാം. അതിപ്പോൾ അഷ്വർ ആണെന്നുണ്ടെങ്കിൽ അത് കീ വോൾട്ട് എന്ന് പറഞ്ഞൊരു ഏരിയയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ആ ഒരു ഇലാസ്റ്റിക് കീ മാനേജ്മെൻറ്റ് സർവീസ്, അങ്ങനെ ഒരു കീ മാനേജ്മെൻറ്റ് സർവീസ് KMS എന്ന് പറഞ്ഞൊരു സർവീസ് അവിടെ സ്റ്റോർ ചെയ്യും. ഈ KMSൽ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മിക്കവാറും പറയുന്നത്, അതിനൊരു ലിമിറ്റ് കാണും. അതായത് ആ കീ മാനേജ്മെൻറ്റ് സർവീസിൽ നിന്ന് എത്രയൊക്കെ ആക്സസ് ചെയ്യാന്നുള്ള ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ത്രോട്ടിൽ കാണും. സോ ഈ ത്രോട്ടിലിനപ്പുറം പോയി കഴിഞ്ഞാൽ മിക്കവാറും അത് എറർ ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ആ ലിമിറ്റ് എത്രത്തോളം യൂസേജ് വരുന്നുണ്ടെന്നുള്ള ഒരു ലിമിറ്റൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ ആയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനും ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നത്, അവർ ഇത് കീ ജനറേറ്റ് ചെയ്യാതെ നമുക്ക് തന്നെ ഒരു കീ സപ്ലൈ ചെയ്യാം. സോ ആമസോൺ ജസ്റ്റ് അത് അപ്ലൈ ചെയ്യുകയുള്ളൂ. സോ കസ്റ്റമർ ഡിഫൈൻഡ് കീ എന്നാണ് അതിനെ പറയുന്നത്. ചില ഓർഗനൈസേഷൻസിൽ അങ്ങനെയുള്ള ഒരു കംപ്ലയിൻസ് കാണും. സോ അതുകൊണ്ട് അതും സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ എൻക്രിപ്ഷൻ്റെ കാര്യം ഇപ്പം മുരളി പറഞ്ഞപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇനി നമുക്ക് ഗൂഗിൾ ക്ലൗഡിൻ്റെ ഒരു പാർട്ടിലേക്ക് പോകാം. സോ ഗൂഗിൾ ക്ലൗഡിൽ RDS നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡേറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊവിഷനൊന്നും അവർ ആ ഒരു ഡേറ്റാബേസ് RDSൻ്റെ ലെവലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കി കുറേ കേസിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. എസ്പെഷ്യലി ബിഗ് ഡേറ്റ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗൂഗിൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിലേഷണൽ DB നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ കൊടുക്കുന്ന സർവീസിന് പറയുന്ന പേര് ക്ലൗഡ് സീക്വൽ എന്ന് പറഞ്ഞൊരു സർവീസാണ്. അത് ഗൂഗിളിലൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്രീ അക്കൗണ്ട് അറൗണ്ട് 12 മന്തോളം നിങ്ങൾക്ക് അതിലെ പല സർവീസസ്, ഈ ക്ലൗഡ് സീക്വൽ ഉൾപ്പെടെയുള്ള പല സർവീസസും യൂസ് ചെയ്യാം വിതിൻ എ ലിമിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലിമിറ്റിൽ നിന്ന് തന്നെ യൂസ് ചെയ്താൽ നന്നായിരിക്കും. സോ ഈ ക്ലൗഡ് സീക്വലിൽ 2 വെർഷൻസാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആമസോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അറൗണ്ട് 6 വെർഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിലേഷണൽ DBയുടെ കാര്യം പറഞ്ഞപ്പോൾ, അതേസമയം ഈ ഗൂഗിളിൻ്റെ വരുമ്പോൾ അവർക്ക് MySQLും PostgreSQLും മാത്രമാണ് അവരിപ്പം കറൻ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന റിലേഷണൽ ഡേറ്റാബേസ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഹയർ വെർഷൻ, അതായത് ഈ ക്ലൗഡ് സീക്വലിൻ്റെ തന്നെ ഒരു വലിയൊരു അൺലിമിറ്റഡ് സ്കെയിലിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് ക്ലൗഡ് സ്പാനർ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ വെയർ ഹൗസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ആ ഒരു കാര്യവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിലേഷണൽ DBയുടെ കേസിൽ ഗൂഗിൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ. ഈ സിമിലർലി തന്നെ ആമസോണിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള റിലേഷണൽ ഡേറ്റാബേസ് സർവീസസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ആമസോണിലും ഇതുപോലെ വെയർ ഹൗസ് സിനാരിയോയിൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആമസോൺ
ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് എല്ലാം ഈ വെയർ ഹൗസ് അല്ലെങ്കിൽ അനലിറ്റിക്സ് അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആമസോണും ഗൂഗിളും ഇപ്പം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു റിലേഷണലിൻ്റെ കേസിൽ. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കേസ് ഇതിലാണ്, അഷ്വറിലാണ്. അഷ്വറിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് സർവീസസ് അഷ്വറും കൊടുക്കുന്നുണ്ട്. സോ വെറുതെ ജസ്റ്റ് ആ അഷ്വറിൻ്റെ സെർച്ചിൽ കൊടുത്താൽ മതി. ഇപ്പോൾ മൈ സീക്വലാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റ്ഗ്രേ സീക്വലാണോ അല്ലെങ്കിൽ സീക്വൽ സെർവറാണോ, ഇതിനെല്ലാം കമ്പാറ്റബിളായിട്ട് ഉള്ള ഒരു സർവീസ് അഷ്വറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അഷ്വറിൽ വരുമ്പോൾ ഇതുപോലെ ആമസോൺ പോലെ ഒരു RDSനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ചൂസ് ചെയ്യുന്നു ആ ഒരു രീതിയിലല്ല അഷ്വറിൽ കിടക്കുന്നത്. അഷ്വറിൽ വരാൻ നേരത്ത് അതൊരു ഓരോ സർവീസസ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മൈ സീക്വൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മൈ സീക്വൽ സർവീസ് അഷ്വർ മൈ സീക്വൽ സർവീസ് ആ ഒരു രീതിയിലായിരിക്കും അത് കാണിക്കുന്നത്. സോ ഒരു കണ്ടെയ്നർ പോലെ റാപ്പ് ചെയ്ത് ഒരു RDS എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ റാപ്പ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു സ്പെസിഫിക് സർവീസ് സെലക്ട് ചെയ്യുന്ന ആ ഒരു ക്രിയേഷൻ രീതിയല്ല അഷ്വറിലുള്ളത്. പിന്നെ അഷ്വറിൽ ഒറാക്കിൾ പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. സോ ഒറാക്കിൾ നമ്മൾ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഷ്വറിൻ്റെ ആ പോർട്ടലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് VM ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് ഞാൻ ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു VM ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അഷ്വറിലുള്ളത്. മേ ബി ഇത് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്തുള്ള കേസാണ് ഞാൻ പറയുന്നത്. മേ ബി ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒറാക്കിളിൻ്റെ സപ്പോർട്ടും അതിൽ വന്നെന്ന് വരാം. സോ അത് വേരി ആവും. സോ നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് ടൈമിൽ ഇത് കേൾക്കുന്ന സമയത്തുള്ള ആ ഒരു ടൈമും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ആ ഒരു സർവീസ് ചിലപ്പോൾ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് റിലേഷണൽ ഡേറ്റാബേസിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കുകയായിരുന്നു. പിന്നെ നോൺ റിലേഷണൽ കാര്യം കൂടി പറയാം. നോൺ റിലേഷണൽ ഡേറ്റ ഇത് വരുമ്പോൾ ഇത് പറഞ്ഞ പോലെ ആമസോണിൽ വന്നിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള ഒരുപാട് നോൺ സീക്വലായിട്ടുള്ള ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. നോൺ സീക്വൽ കൊടുക്കുന്ന ചില ഓപ്ഷൻസാണ്. ഒന്ന് ബിഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് വലുതായിട്ട് ഈ വലിയ അനാലിറ്റിക്കൽ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ്. പിന്നെ ഡോക്യുമെൻ്റ് DB എന്ന് പറഞ്ഞൊരു സർവീസ് കൊടുക്കുന്നുണ്ട്. അത് കൈൻഡ് ഓഫ് ഇതാണ് ഈ MongoDB കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. അത് ഫുള്ളി മാനേജ്ഡ് സർവീസാണ്. പക്ഷേ അത് നോൺ റിലേഷണൽ DB ആണ്. അതാണ് ആമസോൺ കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇൻ മെമ്മറി ആയിട്ടുള്ള മെമ്മറി ക്യാഷ് പോലെയുള്ള ഡേറ്റാബേസും കൊടുക്കുന്നുണ്ട്. റെഡിസും മെംകാഷും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസും അവർ ഇതുപോലെ കൊടുക്കുന്നുണ്ട് ഡേറ്റാബേസിൻ്റെ കേസ് വരുമ്പോൾ. സിമിലർലി തന്നെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഞാനിപ്പോൾ പറഞ്ഞത് ഗൂഗിളിൻ്റെ കേസാണ് പറഞ്ഞത്. ആമസോണിൽ വരുമ്പോൾ ആമസോണിൽ വരുന്ന ഞാൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആമസോണിൽ വരാൻ നേരത്ത് ആമസോൺ ഡൈനാമോ DB എന്നുള്ള അങ്ങനെ ഒരു നോ സീക്വൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് DB എന്ന് പറഞ്ഞ ഒരു സർവീസും ആമസോൺ കൊടുക്കുന്നുണ്ട്. സിമിലർലി സെയിം ആണ്, ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു നൈമിങ് കൺവെൻഷൻസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലുള്ള സർവീസസ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ മെമ്മറി ക്യാഷിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസും ഇതുപോലെ ആമസോണും കൊടുക്കുന്നുണ്ട്. ആമസോണിൻ്റെ ഒരു വെയർ ഹൗസ് സർവീസ് നമുക്ക് എടുത്ത് പറയാവുന്നത് ഈ ആമസോൺ റെഡ് ഷിഫ്റ്റ് ആണ്. അതൊരു ക്ലൗഡ് ഡേറ്റ വെയർ ഹൗസ് ആണ്. അത് കുറച്ചുകൂടി ഒരു മാസീവ് സ്കെയിലിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സർവീസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും. സോ നോ സീക്വൽ ഇതിൽ ആമസോണിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സർവീസാണ് ആമസോൺ ഡൈനാമോ DB. അത് വളരെ ഫാസ്റ്റായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. ആമസോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡൈനാമോ DB. പിന്നെ അത് ഒരു കീ വാല്യൂ പെയർ ഇതാണ്. അത് കൂടുതലും മറ്റേ ഗെയിമിങ് അല്ലെങ്കിൽ ഒരു ഹൈ ട്രാഫിക് ഷോപ്പിംഗ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡേറ്റാബേസാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ ബിൽറ്റ് ഇൻ ബാക്കപ്പും അങ്ങനെയുള്ള സപ്പോർട്ടെല്ലാം അതിലുണ്ട്. പിന്നെ ഇത് നേരത്തെ ജിയോ പറഞ്ഞ പോലെ നമുക്ക് അത് SSD ബേസ്ഡ് ആണ്, അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ അത് സെർവർലെസ് ആണ്. പിന്നെ അത് ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ
ആമസോണിൻ്റെ മറ്റ് സർവീസസ് ആയിട്ടൊക്കെ അതിന് ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് AWS ലാംഡ ആയിട്ടൊക്കെ അതിന് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡൈനാമോ DBയുടെ ഒരു പ്രത്യേകത. ഇത് ആമസോൺ ഡൈനാമോ DB എന്നാണ് പറയുന്നത്. ആമസോൺ ഡൈനാമോ DB എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആമസോൺ ഡൈനാമോ DBയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ആമസോൺ കൊടുക്കുന്ന വേറെ ഒരു NoSQL DB ആണ് ഡോക്യുമെൻറ്റ് DB എന്ന് പറയും. ആമസോൺ ഡോക്യുമെൻറ്റ് DB ഇതും ഒരു മാനേജ്ഡ് സർവീസാണ്. അതായത് ആമസോൺ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഹൈലി അവൈലബിൾ ആണ്. എൻക്രിപ്ഷൻ, നേരത്തെ പറഞ്ഞ എൻക്രിപ്ഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫോൾട്ട് ടോളറൻ്റ് ആണ്. ഇൻ കേസ് ഒരു ഇൻസ്റ്റൻസ് ഡൗൺ ആയാലും ബാക്കി ഒരു സ്ഥലത്തു നിന്ന് അത് സെർവ് ചെയ്യും. പിന്നെ ഇതിന് എടുത്ത് പറയാവുന്ന വേറെ ഒരു അഡ്വാൻറ്റേജ്, ഇതൊരു MongoDB കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഈ ആമസോൺ ഡോക്യുമെൻറ്റ് DB എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതിന് ഉണ്ട്. സോ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൽ? ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. സോ അവരെ ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ അവർക്കും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനോ സജഷൻസോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ആമസോൺ കൊടുക്കുന്ന വേറെ കുറച്ച് സർവീസസിൻ്റെ കാര്യങ്ങളൂടെ പറയാം. സമയം 1 മണിക്കൂർ കഴിഞ്ഞു. കുറച്ച് നേരം കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ആമസോൺ കീ സ്പേസസ് എന്ന് പറഞ്ഞൊരു NoSQL ടൈപ്പ് ഓഫ്, അത് ഒരു അപ്പാച്ചെ കസാൻഡ്ര കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. അതും ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു അപ്പാക്കെ കസാൻഡ്ര കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു മാനേജ്ഡ് അല്ലെങ്കിൽ ഒരു സെർവർലെസ് സർവീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആമസോൺ കീ സ്പേസസ് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്ലൗഡ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഉള്ള ഫെസിലിറ്റീസ് എല്ലാം, അതായത് സ്കെയിൽ അപ്പ്, ഓട്ടോമാറ്റിക് സ്കെയിൽ അപ്പും സ്കെയിൽ ഡൗണും ഓൺ ഡിമാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊവിഷൻഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടിയുണ്ട്. അതായത് നമുക്ക് ഇത് പെർഫോമൻസിന് വേണ്ടി മാത്രം നമുക്ക് ഇത് പ്രൊവിഷൻ ചെയ്യാൻ പറ്റും. അത് സെയിം തന്നെ നമുക്ക് മറ്റേ RDSലും ചെയ്യാൻ പറ്റും. അതായത് പ്രൊവിഷൻഡ് ആ ഒരു ഡിസ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അത് കുറച്ചുകൂടി റീഡ് റൈറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കേസസിനൊക്കെ അതിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അത്. സോ കോസ്റ്റിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സോ പിന്നെ വരുന്നത് ഇതിനൊക്കെ ബാക്കപ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസസ് ഉണ്ട്. അതായത് ഗ്രാഫ് ഡേറ്റാബേസ് ഉണ്ട്. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ റെക്കമെൻഡേഷൻ എൻജിൻ അങ്ങനെയൊക്കെയുള്ള കേസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസാണ് ഈ ഗ്രാഫ് എൻജിൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് മാസീവായിട്ടുള്ള ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞൊരു DB ഉണ്ട്. അത് ഈ ഗ്രാഫ് ഡേറ്റാബേസിൻ്റെ കാറ്റഗറി വരുന്നതാണ്. ഇത് ഒരുപാട് ഈ റിലേഷൻസൊക്കെ നമുക്ക് ക്വറി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനും ഈ പറഞ്ഞ പോലെ എൻക്രിപ്ഷൻ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ വേറെ ജനറിക്കായിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് കുറേ ഡേറ്റാബേസ് സർവീസസ് ഉണ്ട്. ലെഡ്ജർ ഡേറ്റാബേസസ് ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ ക്വാണ്ടം ലെഡ്ജർ ഡേറ്റാബേസ്, ഈ QLDB ഉണ്ട്. ടൈം സീരീസിൻ്റെ ആമസോൺ ടൈം സ്ട്രീം എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം, നമുക്കൊരു ഓൺ പ്രമിസ് ആയിട്ട് കുറച്ച് ഡേറ്റ ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ ആമസോണിലേക്ക് കൊണ്ടുവരാം. സോ ആ ഒരു കേസും കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആമസോണിൻ്റെ ഒരു കേസിൽ നിന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ള സർവീസസ് മറ്റ് പ്രൊവൈഡേഴ്സിലും ഇതുപോലെ ഉണ്ട്. സോ നമുക്കൊരു ഓൺ പ്രമിസ് കുറച്ച് ഡേറ്റ ഉണ്ട്. സോ അത് നമുക്ക് ആമസോണിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഡേറ്റാബേസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു സർവീസ് നമുക്ക് യൂസ് ചെയ്യാം. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഈ ഒരു മൈഗ്രേഷൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ സോഴ്സ് DB മിക്കവാറും കേസസിൽ ഒരു അലൈവായിട്ട് നിൽക്കേണ്ട ഒരു കേസ് മിക്കവാറും വരാറുണ്ട്, എസ്പെഷ്യലി ലൈവ് സിസ്റ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. സോ അതിന് ഈ പറഞ്ഞ ഈ ഡേറ്റാബേസ് മൈഗ്രേഷൻ ഒരു സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സ് DB അതുപോലെ തന്നെ ഒരു ലൈവായിട്ട് തന്നെ നിൽക്കും. അതിൻ്റെ ഒരു കോപ്പി ഓട്ടോമാറ്റിക് എടുത്തിട്ട് ആയിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് ഒപ്പം തന്നെ ഇത് ഒരുപാട് ഇതിൻ്റെ മെട്രിക്സ് എത്രത്തോളം പ്രോഗ്രസ് ആയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ AWS ഡേറ്റാബേസ് മൈഗ്രേഷൻ സർവീസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മൈഗ്രേഷൻ ചെയ്യാൻ നേരത്തെ നമുക്കൊരു ഓൾറെഡി ഒരു ഡേറ്റാബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓൺ പ്രമിസ്, ഞാൻ പറഞ്ഞ ഓൺ പ്രമിസ് ഡേറ്റാബേസ് ആണ്. ആ ഒരു ഓൺ പ്രമിസ് ഡേറ്റാബേസ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ആയിരിക്കും. ചിലപ്പോൾ MySQL ആയിരിക്കാം, ചിലപ്പോൾ SQL സെർവർ ആവാം. സോ ഇത് ആമസോണിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ നേരത്ത് ഏതൊക്കെ ടൈപ്പ് ആമസോണിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അതിന് ഒരു ഇതുണ്ട്. ഈ ആമസോൺ ഈ ഡേറ്റ മൈഗ്രേഷൻ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു, അതായത് മൈഗ്രേഷൻ വിസാർഡിൽ ഏതൊക്കെ സോഴ്സ് ടൈപ്പ് സപ്പോർട്ട് ചെയ്യും, ഏത് സോഴ്സ് ടൈപ്പിൽ നിന്ന് ഏതിലേക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. ഞാൻ മുമ്പ് ഇതിൻ്റെ പാർട്ടായിട്ട് ഒരു സെഷൻ എൻ്റെ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ അതിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഏത് സോഴ്സ് ഡേറ്റാബേസിൽ നിന്ന് ഏത് എങ്ങോട്ട് പോകാം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. സോ അത് ആ ഒരു ഡോക്യുമെൻ്റ് കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. സോ ഏതൊക്കെ കൺവേർഷൻ പോസിബിൾ ആണെന്നുള്ളത് കാണാം. സോ ആ ഒരു കൺവേർഷൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആമസോണിൻ്റെ കേസിൽ കൂടുതലായിട്ടും ഈ അറോറയിലൊക്കെ ഉള്ള ഒരു കൺവേർഷൻ ആയിരിക്കും അതിൽ കൂടുതലായിട്ട്, അല്ലെങ്കിൽ മൈഗ്രേഷൻ ആയിരിക്കും കൂടുതലായിട്ടും അവർ അതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പറയാവുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ തന്നെ ഈ അഷ്വറിലും ഇതുപോലെ കോസ്മോസ് DB എന്ന് പറഞ്ഞൊരു DB ഉണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഈ ഡേറ്റാബേസിൻ്റെ കാര്യം ആമസോണിൽ പറഞ്ഞപ്പോൾ ഈ റിലേഷണൽ ഡേറ്റാബേസ് നമ്മൾ നോക്കിയപ്പോൾ അത് കൈൻഡ് ഓഫ് RDSൻ്റെ അകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് സർവീസസ്, അതായത് ഈ പറഞ്ഞ പോലെ MySQL അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രേ അല്ലെങ്കിൽ അറോറ അല്ലെങ്കിൽ SQL സെർവർ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലാണ് ഈ ആമസോണിൽ അവർ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതേസമയം അഷ്വറിലാണെങ്കിൽ അത് ഒരു ഡിഫറെൻറ്റ് സർവീസസ് ആണ്. അതേസമയം അഷ്വറിൽ ഈ NoSQL ബേസ്ഡ് ഒരു ഡേറ്റാബേസ് ഉണ്ട്, അതിൻ്റെ പേര് കോസ്മോസ് DB എന്നാണ്. സോ അത് ഇതുപോലെ അറോറ പോലെ തന്നെയുള്ള ഒരു ഡേറ്റാബേസ് ആണ്, പക്ഷേ അത് ആക്ച്വലി ഒരു NoSQL ഡേറ്റാബേസ് ആണ്. ഈ പറഞ്ഞ ഈ കോസ്മോസ് DB അതൊരു NoSQL ഡേറ്റാബേസിലാണെങ്കിലും അതിൻ്റെ ടോപ്പിൽ അവർ ഒരുപാട് ഫ്ലേവേഴ്സ് പോലെ, അതായത് നമുക്ക് പല APIs നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു അറോറ DB ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണും. അതായത് നമുക്ക് അതിൻ്റെ കോർ SQL ആണോ വേണ്ടത്, അല്ലെങ്കിൽ MongoDB കമ്പാറ്റബിൾ ആണോ വേണ്ടത്, അങ്ങനെ ഒരുപാട്, അതായത് നമുക്ക് പല രീതിയിൽ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പാച്ചെ കസാൻഡ്രയുടെ ഒരു കാര്യം പറഞ്ഞാൽ അതും ആ ഒരു APIയും അവർ അതിൽ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു രീതിയിലും ഈ കോസ്മോസ് DB യൂസ് ചെയ്യാം. ആ ഒരു കാര്യങ്ങൾ നിങ്ങളൊരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ അഷ്വറിൽ നോക്കിക്കഴിഞ്ഞാൽ, കോസ്മോസ് DBയുടെ നോക്കിക്കഴിഞ്ഞാൽ. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണു, പറഞ്ഞോളൂ, കേൾക്കാം. ഇപ്പം NoSQL ഡാറ്റാബേസസിനെ കുറിച്ച് പറയുന്ന സമയത്ത് മീൻ ലൈക്ക് നമുക്ക് NoSQL എന്ന് പറയുമ്പോൾ റിലേഷണൽ അല്ലാത്ത ഏത് തരം DBയും NoSQL DBസിന്റെ ഗണത്തിൽപ്പെടുത്തുന്നതാണ്. ലൈക്ക് അപ്പം അവിടെ തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഡോക്യുമെന്റ് DB, ടൈം സീരീസ് ഡാറ്റാബേസ്, ഗ്രാഫ് ഡാറ്റാബേസ്. അപ്പം ഈ വക ഈ ഓരോരോ ടൈപ്പുകൾക്ക് മേജർ പ്ലെയേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഡോക്യുമെന്റ് DBയിലെ വൺ ഓഫ് ദ മേജർ പ്ലെയർ ആണ് MongoDB. അപ്പം അവിടെ പൊതുവെ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. അപ്പം എക്സ്ക്ലൂഡിങ് AWS, അഷൂർ അല്ലെങ്കിൽ GCP എന്നൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഈ മേജർ പ്ലെയേഴ്സ് തന്നെ അവരുടെ സർവീസുകൾ ക്ലൗഡ് വഴി തരും. ലൈക്ക് MongoDBക്കാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അവര് തന്നെ സെൽഫ് ഹോസ്റ്റ് ചെയ്ത് ക്ലൗഡ് സർവീസ് നല്ലൊരു പോയിന്റ്. കാരണം അത് ചില സമയം അത് വേറെ ഒരു രീതിയിൽ അഡ്വാൻറ്റേജ് ആണ് അല്ലേ, ആ ഒരു രീതിയിൽ എടുത്ത്. അതെ,
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഗ്രാഫ് DBസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ മേജർ പ്ലേയേഴ്സിൽ വന്ന Neo4j എന്ന് പറയുന്ന ഒരു ഗ്രാഫ് DB ആണ്. അപ്പം ഓക്കെ. Neo4jക്ക് ഇതുപോലെ തന്നെ ഒരു സർവീസ് ഉണ്ട്. പിന്നെ അരാങ്കോ DB എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാഫ് DB പ്ലസ് സം ഡോക്യുമെന്റ് DB, ഇതിന്റെ ഒരു മിക്സ്ചർ ആണ്. അത് നേറ്റീവ് മൾട്ടി മോഡൽ ഡാറ്റാബേസ് ആണ് അരാങ്കോ എന്ന് പറയുന്നത്. ഓക്കെ. അരാങ്കോയും ഈ ഒയാസിസ് എന്നും പറഞ്ഞുകൊണ്ട് അരാങ്കോയ്ക്ക് ഒരു സർവീസ് ഉണ്ട്. പിന്നെ ടൈം സീരീസ് DBസിൽ ഇൻഫ്ലക്സ് DB എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് മേജർ പ്ലെയർ. ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോരോ നമുക്ക് ടൈം സ്റ്റാമ്പ് പ്ലസ് പർട്ടിക്കുലർ ഡാറ്റ വെച്ചായിരിക്കും ടൈം സീരീസ് DBയിലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ലോഗ്സ് ഒക്കെ ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലെ ഇപ്പം ഇവന്റുകളൊക്കെ നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് DB ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലോഗ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പറയാവുന്ന ഒരു മേജർ പ്ലെയർ ആണ് ഇലാസ്റ്റിക് സെർച്ച്. അത് ഒരു അതൊരു DB ആണ്. പക്ഷെ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരം റീഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു DB ആണ്. ഫാസ്റ്റർ റീഡ്സ് നമുക്ക് കിട്ടും. ഇലാസ്റ്റിക് സെർച്ചിനും ഇതുപോലെ തന്നെ അത് ഇലാസ്റ്റിക്, ലോഗ്സ്റ്റാഷ്, കിബാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാക്ക് തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് സ്റ്റാക്കും അവരും ഇതുപോലെ തന്നെ അവരുടെ സെൽഫ് ഹോസ്റ്റഡ് ക്ലൗഡ് സർവീസ് ആയിട്ട് അവരെ തരുന്നുണ്ട്. പിന്നെ ഈ നോസിക്കലിൽ ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യത്തെ കൂടി ടച്ച് ചെയ്യാം. റിയൽ ടൈം ഡാറ്റാബേസസ്. റിയൽ ടൈം ഡാറ്റാബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു DBയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യുവാണെങ്കിൽ വി നീഡ് ടു നോട്ടിഫൈ ഇറ്റ് ടു സം അതർ സർവീസ് ഇൻ അവർ സിസ്റ്റം. അപ്പം റിയൽ ടൈം DBകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് നമുക്ക് അതിൽ നിന്ന് ഇവന്റുകൾ ഫയർ ചെയ്യാം. ഇപ്പം നമ്മൾ ആ DBയിലേക്ക് ഒരു ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റ മോഡിഫൈ ചെയ്താൽ, അല്ലെങ്കിൽ ഡാറ്റ ഡിലീറ്റ് ചെയ്താൽ, ഇഫ് യു വാണ്ട് ടു നോട്ടിഫൈ ഇറ്റ് ടു സംവൺ, നമുക്ക് അതിനുള്ള ഒരു കോൾ ബാക്ക് മെക്കാനിസം അത്തരം DBകൾ തരും. അപ്പൊ റിയൽ ടൈം DBസിൽ മേജർ പ്ലെയർ ഗൂഗിൾ തന്നെയാണ്. ഗൂഗിളിന്റെ ഫയർബേസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു DB ഉണ്ട്. അതിപ്പോ ഫയർ സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു DB ആക്കി അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും 2 എണ്ണം ഉണ്ട്. പക്ഷെ ഫയർ സ്റ്റോർ ഈസ് ദ ലേറ്റസ്റ്റ് വെർഷൻ. അവിടെ എല്ലാം ഈ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. പിന്നെ റിയൽ ടൈം DBയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നോസിക്കൽ ആണെങ്കിലും അവിടെ ഒരു റിലേഷണൽ പ്ലെയർ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിന്റെ പേര് സൂപ്പർബേസ് എന്നാണ്. സൂപ്പർബേസ് എന്ന് പറയുന്ന ഈ DB പോസ്റ്റ്ഗ്രസീക്വലിന് മുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന റിയൽ ടൈം DB ആണ്. അതൊരു പുതിയ പ്ലെയർ ആണ്. അതും ഇതുപോലെ തന്നെ മാനേജ്ഡ് സർവീസ് ആയിട്ട് അവർ നമുക്ക് തരും, അപ്പാർട്ട് ഫ്രം AWS, Azure and GCP. പിന്നെ പുതിയൊരു DB കൂടി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലധികം എനിക്ക് വായിച്ചുള്ള അറിവേ ഉള്ളൂ. പക്ഷെ അതൊരു റിലേഷണൽ DB തന്നെയാണ്. അതിന്റെ പേര് ഹാർപ്പർ DB എന്നാണ്. അതും ഒരു അതൊരു ക്ലൗഡ് DB തന്നെയാണ്. ലൈക്ക് നമുക്ക് ഓൺ പ്രീമിലൊന്നും അത് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പം. അത് കംപ്ലീറ്റ്ലി ഹോസ്റ്റഡ് ഇൻ ക്ലൗഡ് ആണ്. അത് അവർ തന്നെ തരുന്ന ഒരു സർവീസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പ്ലെയേഴ്സും കൂടി ഉണ്ട് ഈ ഒരു ക്ലൗഡ് ഡാറ്റാബേസിന്റെ ഇവരല്ലാതെ ഈ മൈക്രോസോഫ്റ്റ്. പിന്നെയും ആലോചിച്ചെടുക്കാനാണെങ്കിൽ ഒരുപാട് DBകൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെയാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന മേജർ പ്ലെയേഴ്സ്. പിന്നെ അതുപോലെ നേരത്തെ ചോദിച്ചല്ലേ മറ്റേ ഒറാക്കിളിലും ഇതുപോലെ അനുബന്ധിച്ച്, ഒറാക്കിളിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഒറാക്കിളിലും ഇതുപോലത്തെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സർവീസസ് കാണും തീർച്ചയായിട്ടും. ഉണ്ടാവും. ഒറാക്കിളിന് അവരുടെ തന്നെ ഒരു ക്ലൗഡ് ഉണ്ട്. അവര് തന്നെ മാനേജ്ഡ് സർവീസസ്, DB സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷുവറാണ്. എനിക്ക് ഒറാക്കിളൊന്നും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് സെനാരിയോയിൽ ഒറാക്കിള് മേജർ പ്ലെയർ അല്ല, അറ്റ്ലീസ്റ്റ് ഇൻ കേരള. പക്ഷേ ആമസോണില് കൂടുതൽ ഇപ്പോൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അതായത് ഈ അഷ്യൂറിൽ മിക്കവാറും എല്ലായിടത്തും കോസ്മോസ് DB യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആമസോണിൽ ഡൈനാമോ DB ഉണ്ട്. പിന്നെ ഡോക്യുമെന്റ് DB, മോങ്കോ DB കമ്പാറ്റബിൾ ആയിട്ട് അങ്ങനെയും യൂസ് ചെയ്യുന്ന ഒരു കേസ് കാണാറുണ്ട്. സോ അതല്ലാതെ എനിക്ക് തോന്നുന്നത് എന്റെ എക്സ്പീരിയൻസിൽ RDSഉം ഡൈനാമോയും ആണ് മുന്നിൽ നിൽക്കുന്നത്. ലൈക്ക് ഡൈനാമോയും ഡോക്യുമെന്റ് DBയും ഇറ്റ്സ് കൈൻഡ് ഓഫ് സിമിലർ ആണ്. രണ്ടും കീ വാല്യൂ പെയർ ആണല്ലോ. അതെ. പക്ഷെ ഡൈനാമോയ്ക്കുള്ള ഒരു
ഇപ്പം ഡൈനാമോയിൽ ഇപ്പം ഈ റിയൽ ടൈം DBസിനുള്ള പോലെ ഡൈനാമോയിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഹുക്ക് ഇറ്റ് അപ്പ് വിത്ത് ലാംഡ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു AWS സർവീസിനെ നമുക്ക് വേണമെങ്കിൽ ഇൻവോക്ക് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും ഡൈനാമോയിൽ. അതെ 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 അതായത് ഒരു മറ്റ് ഇവന്റ് ഈ ഡ്രിവൺ ആണ് സർവീസുമായിട്ട് ആ DB. ഇവന്റ് ഡ്രിവൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. അതെ. പിന്നെ AWSന് തന്നെ ഒരു റിയൽ ടൈം സർവീസ് ഉണ്ട്. ഐ മീൻ ഒരു റിയൽ ടൈം സർവീസ് ഉണ്ട്. അതിന്റെ പേര് AWS റെഡ് ഷിഫ്റ്റ് ആണോ മറ്റേ വെയർ അല്ല ഹൗസ്? അല്ല അല്ല AWSന്റെ ഒരു റിയൽ ടൈം സർവീസ് ഉണ്ട്. അപ്പം അത് GraphQL വെച്ചാണ് അതിന്റെ റിയൽ ടൈമിൽ അവര് ക്വറീസ് ആൻഡ് മ്യൂട്ടേഷൻസ് ചെയ്യുന്നത്. ഓക്കെ അപ്പം ഓക്കെ. അതിന്റെ ബാക്കെൻഡിൽ ഇരിക്കുന്ന DB ഡൈനാമോ DB ആണ്. ഓക്കെ ഫൈൻ ഫൈൻ. അതിന്റെ പേര് ഞാൻ മറന്നു. ആപ്സിങ്ക്. ഓക്കെ ഓക്കെ. AWSന്റെ ഒരു ആപ്സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള റിയൽ ടൈം സർവീസ് ആണ്. അത് മോസ്റ്റ്ലി നമുക്ക് ആപ്സിങ്ക് ഈ മൊബൈലുമായിട്ടാണ് അതിനെ മൊബൈൽ ആപ്സുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സർവീസ് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു DB മോഡിഫിക്കേഷൻസ് ബാക്കിൽ സംഭവിക്കുമ്പോൾ ഇഫ് യു വാണ്ട് അപ്ഡേറ്റ് സംതിങ് ഇൻ അവർ ആപ്ലിക്കേഷൻ ഇൻ റിയൽ ടൈം അതിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പിന്നെ ഡൈനാമോ DBയിലേക്ക് അവര് മോസ്റ്റ്ലി അവർ യൂസ് ചെയ്യുന്ന GraphQL എന്ന് പറഞ്ഞ ഒരു ക്വറിങ് ലാംഗ്വേജ് ആണ്. ഓക്കെ. മ്യൂട്ടേഷൻസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് എന്നൊക്കെ പറയുക അതിന്. ഈ ഒരു പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കേസ് വരികയാണെങ്കിലേ ഏതായിരിക്കും ഇപ്പം ആമസോണിലായിരിക്കും ഏതായിരിക്കും ഒരു നോസീക്വലിൻ്റെ ഒരു കേസ് ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക? ഇപ്പം ഈ ഡൈനാമോ കൊണ്ട് ആമസോണിൽ AWSലെ NoSQL എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡൈനാമോ ആയിരിക്കും. ഡൈനാമോ ആയിരിക്കും. ഓക്കെ. കാരണം അതൊരു ഇൻഹൗസ് DB ആണ്. ലൈക്ക് അറോറ പോലെ ഉള്ള ഒരു AWS DB ആണ് ഡൈനാമോ DB. പക്ഷെ ഡോക്യുമെന്റ് മറ്റേ മോങ്കോ കോമ്പാറ്റബിൾ ആയതുകൊണ്ട് അതിനൊരു മോങ്കോ ഫ്ലേവർ ഉണ്ടാവും. അതെ 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 അതെ. ഡോക്യുമെന്റ്. അതെ. പിന്നെ മൊബൈലിന് ലൈക്ക് മൊബൈൽ ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഐ തിങ്ക് വി ആർ മോസ്റ്റ്ലി മേക്കിംഗ് ഇറ്റ് ബേസ്ഡ് ഓൺ REST APIs ഒക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊന്നും ഡയറക്റ്റ് DB ഇന്ററാക്ഷൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ. ഈ സെർവർലെസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആ ഒരു രീതി വഴിയായിരിക്കും അല്ലേ AWS? സെർവർലെസ് ഉണ്ടാവും. ലൈക്ക് ഹലോ. ഹലോ. കേൾക്കാം. ഓക്കെ ഓക്കെ. ഡൈനാമോ ആയിട്ട് ഡയറക്റ്റ് അല്ലെങ്കിലും ഈ ആപ്സിങ്ക് വഴി ആപ്സ് ക്യാൻ ഇന്റഗ്രേറ്റ്. ഓക്കെ. പക്ഷെ അഷ്യൂറിൽ അങ്ങനെ ഒരു സർവീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് അഷ്യൂറിലെ മൊബൈൽ ആപ്സ് കോസ്മോസ് DB എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അത് ഇതുപോലെ ഒരു നോസീക്വലിന്റെ ഒരു സർവീസ് ഉണ്ടെങ്കിലും പക്ഷെ അതൊരു റിയൽ ടൈം ഫ്ലേവറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് അല്ലല്ലോ. അതല്ല. അതെ അതെ. അവിടെ ഒരു റിയൽ ടൈം DB അഷ്യൂറിൽ ഇല്ല എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ നോളജിലുള്ളത്. അതെ. പക്ഷെ റിയൽ ടൈം DBയിലെ മേജർ പ്ലെയർ ഗൂഗിൾ ആണ്. അതെ അതെ അതെ. ഫയർബേസ് ആൻഡ് ഫയർസ്റ്റോർ കീ വാല്യൂ പെയർ ആയിട്ട് കീപ്പ് ചെയ്യും. ഫയൽ സ്റ്റോർ കൈൻഡ് ഓഫ് എ ഡോക്യുമെന്റ് DB തന്നെയല്ലേ ഫയൽ സ്റ്റോർ? രണ്ടും ഡോക്യുമെന്റ് DBs ആണ്. ലൈക്ക് കീ വാല്യൂ പെയർസ് ആണ് ഫയർബേസ് ആൻഡ് ഫയർസ്റ്റോർ. പക്ഷെ ഫയർസ്റ്റോറിന്റെ അവർ ക്ലെയിം ചെയ്യുന്നത് ഡാറ്റ എത്രയാണ് എങ്കിലും അതിന്റെ റീഡിന്റെ ത്രൂപുട്ട് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ്. ഓക്കെ. നിങ്ങൾ 100 ഡാറ്റ ക്വറി ചെയ്താലും 1000 ഡാറ്റ ക്വറി ചെയ്താലും ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ സെയിം പെർഫോമൻസ്. ഓക്കെ ഓക്കെ. അതായിരുന്നു അവരുടെ ഫയർസ്റ്റോറിന്റെ സെല്ലിംഗ് പോയിന്റ്സിൽ ഒന്ന്. പിന്നെ ഈ ഗൂഗിളിൽ തന്നെ ബിഗ് ക്വറി എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, ഒരു സെർവർലെസ് ടൈപ്പ് ഓഫ്. അതും ഈ ഇതുപോലെ മാസീവായിട്ടുള്ള ഡേറ്റ അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതും ഈ പറഞ്ഞ പോലെ റിയൽ ടൈം ബേസ് ആണ് ബിഗ് ക്വറി എന്ന് പറയുന്നത്. റിയൽ ടൈം ഡാറ്റാബേസസ് ഇപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു DBകളിലൊന്നാണ്. ലൈക്ക് ഒരുപാട് റിയൽ ടൈം അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വലിയൊരു മേജർ റോൾ ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ടെക് സ്റ്റാക്സിനകത്ത്.
പക്ഷെ അവിടെയും സംതിങ് ലൈക്ക് കോസ്റ്റ് അവിടെയും ഒരു പ്രശ്നമാണ്. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു റീഡ് എ ലോട്ട് ഓഫ് ഡാറ്റ, റൈറ്റ് എ ലോട്ട് ഓഫ് ഡാറ്റ, അവിടെയൊക്കെ യൂസേജിനനുസരിച്ചാണ് അവർ ഈ ചാർജ് വരുന്നത്. കോസ്റ്റ് അതെ അതെ ചാർജ് ചെയ്യുന്നത്. അതെ അതെ ആർ ഡി എസിനൊക്കെ നമുക്ക് ഇത്ര GB വരെ ഒരു ഫിക്സഡ് എന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള പ്ലാൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഉം ഉം. ഇവിടെയൊക്കെ യൂസേജ് ആണ്, പേ ആസ് യു ഗോ ആണ്. അതെ 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 ഇപ്പം ഈ മെജോറിറ്റി ഓഫ് സിനാരിയോസിലും ഈ പറഞ്ഞ പോലെ, അതായത് ഞാൻ പറഞ്ഞ ഒരു നോർമൽ ആപ്ലിക്കേഷൻസിലൊക്കെ മിക്കവാറും ഈ അഷ്വർ സീക്വലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ് DBയോ ലെവലിൽ, പിന്നെ ഈ ബിഗ് ഡേറ്റ അങ്ങനെയുള്ള സിനാരിയോസ് വരുമ്പോൾ ഉള്ള ഒരുപാട് വേറെ കുറേ ഡേറ്റാബേസ് ഇപ്പം ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബിഗ് ക്വറി, പിന്നെ സീക്വലിന് മറ്റേ ഡേറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പേര് ഒരു സിനാപ്സ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അതും ഈ വെയർ ഹൗസ് സിനാരിയോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്നും നമ്മുടെ ഈ സെഷനിൽ നമ്മൾ വെയർ ഹൗസ് റിലേറ്റഡ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. ആമസോണിൻ്റെ റെഡ് ഷിഫ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ആമസോണിൽ ഈ വെയർ ഹൗസ് സിനാരിയോസ് വരുന്ന കേസിൽ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. ആമസോൺ റെഡ് ഷിഫ്റ്റ്. അത് സാധാ ഒരു ഡേറ്റാബേസിൻ്റെ ഒരു കേസല്ല, അതിനേക്കാളും കുറച്ചുകൂടി കൂടിയ ഒരു റിലേഷണൽ ഡേറ്റാബേസാണ്. അതുപോലെ തന്നെ ഈ അഷ്വറിൽ സീക്വൽ ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയും. അതിൻ്റെ ഇപ്പോഴത്തെ പേര്, മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്നപ്പോൾ ആ ഒരു പേരാണ് കിടന്ന് സീക്വൽ ഡേറ്റ വെയർ ഹൗസ്. ഇപ്പോൾ അത് സിനാപ്സ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ പേരിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു റിലേഷണലും നോൺ റിലേഷണലും ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് പിന്നെ പല സർവീസസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ മറ്റേ ഡേറ്റ ഫാക്ടറി, ഡേറ്റ ലേക്ക്, അങ്ങനെയുള്ള ഒരുപാട് സർവീസസുമായിട്ടും അഷ്വർ ഡേറ്റാബേസായിട്ടും ഒക്കെ അതിന് ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഇത് അതിപ്പം കുറച്ച് പോപ്പുലർ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. വെയർ ഹൗസിൽ വേറെ എന്തെങ്കിലും ജിയോയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ജിയോയ്ക്കോ അല്ലെങ്കിൽ വേറെ ഓഡിയൻസ്? വെയർ ഹൗസിങ്ങിലൊന്നും അധികം വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. പക്ഷെ അവിടെ അതെല്ലാം കൂടുതൽ അനലിറ്റിക്സ് അനലിറ്റിക്സ് പർപ്പസ്. അതെ അതെ അതൊരു പുതിയ ഒരു ഡെവലപ്മെന്റ് പാരഡിം തന്നെ ഉണ്ട്. ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അനലിറ്റിക്സ്. അതെ അതെ. ലൈക്ക് അവിടെ വേറെ പ്ലേയേഴ്സ് ആണ്, ടാബ്ലോ, പവർ BI എന്നൊക്കെ പറയുന്നത്. പവർ BI പോലെ സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതല്ല പക്ഷെ ഇതെല്ലാം ഇവരും DBs ഇവരും ഈ depend ചെയ്യുന്നതാണ്. ഗൂഗിളും ഇതുപോലെ കുറേ സർവീസസ് അവരിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഈ അനലിറ്റിക്സ്, ആ ഒരു ബിഗ് ക്വറി, ആ ഒരു ലെവലിലൊക്കെ. ഇപ്പോൾ റിലേഷണൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ബേസ്ഡ് ഡേറ്റാബേസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗൂഗിളിൽ വളരെ കുറവാണ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല? വളരെ അങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നു. അല്ലേ? അതെ അതെ. അവർ കൂടുതലും അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സിനെയാണ് അതെ അവര് പുഷ് ചെയ്യുന്നത്. അതെ 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 അതെ. പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ച പോലെ അതൊരു ഷംഷാദ് ഒരു ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സർവീസ് എക്സാക്ട്ലി ആ ഒരു ക്വസ്റ്റ്യനിലല്ല ചോദിച്ചത്, പക്ഷേ എങ്കിലും ഈ ഒരു ഇപ്പോൾ പോസ്റ്റ്ഗ്രേ സർവീസ് തന്നെ ഈ ഏത് ക്ലൗഡിൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും? അങ്ങനെ ഒരു പെർഫോമൻസിൻ്റെ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു ഇല്ല, ഇല്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ ആകെ വരാവുന്നത് കോസ്റ്റ് വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ഓക്കെ. ലൈക്ക് ഇപ്പം അഷൂറിന്റെ പോസ്റ്റ്ഗ്രസിന്റെ കോസ്റ്റ് തന്നെയാണോ AWS RDSൽ പോസ്റ്റ്ഗ്രസിന് കൊടുക്കുന്നതെന്ന് അതെ 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 അതെ. അത് മാത്രമുള്ള കമ്പാരിസൺ ഉണ്ട്. പിന്നെ പോസ്റ്റ്ഗ്രസിന്റെ വെർഷന്റെ ഡിഫറൻസിന് ഈവൻ വെർഷൻ വെച്ചും കോസ്റ്റിന് വ്യത്യാസം വരും. ഇപ്പം പോസ്റ്റ്ഗ്രസ് 13ന്റെ റേറ്റ് ആയിരിക്കും അല്ലെ ചിലപ്പോൾ പോസ്റ്റ്ഗ്രസ് 12ന് കൊടുക്കുന്നത്. ഓക്കെ, അതെ അതും അതെ ഒരു കൺസേൺ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം പോസ്റ്റ്ഗ്രസിന്റെ വെർഷൻ 13 ആണ്. നമ്മൾ 13ൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, RDSൽ ഇൻസ്റ്റൻസ് എടുത്തു. ഓക്കെ. എനിവേ അവര് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഒരു പോസ്റ്റ്ഗ്രസ് 15 16 ഒക്കെ എത്തിയെന്ന് കരുതുക. അപ്പം AWS ഈ പഴയ വെർഷൻസിനുള്ള സപ്പോർട്ട് കൊടുക്കാതിരിക്കും. AWS മാത്രമല്ല, ഏത് ക്ലൗഡ് സർവീസും അങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ we will be forced to update to the new version. ഓക്കെ. അതും എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് അവരെപ്പോഴെങ്കിലും ചിലപ്പോൾ ഇൻസ്റ്റൻസ് നമുക്ക് തരുമായിരിക്കും, പക്ഷെ അവർ പാച്ചസ് ഒന്നും ഇനി ചെയ്യില്ല എന്ന് പറയും. അപ്പൊ ക്ലൗഡ് സർവീസിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സർവീസ് വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കുറച്ച് ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും.
പിന്നെ ബാക്കപ്പ് ഒരു വിഷയമാണ്. അതായത് ഇവർ തന്നെ ബാക്കപ്പ് ചെയ്ത് ഒരു ഓപ്ഷൻസ് തരുന്നുണ്ട്. പക്ഷെ ഒരു ലോങ് ടേം ബാക്കപ്പ് ഒക്കെ വരുമ്പോൾ കോസ്റ്റ് കൂടുന്ന ഒരു കേസ് ഉണ്ട് കോസ്റ്റ് വരും. വരുന്നുണ്ട്. ആ ഒരു ബാക്കപ്സും ഐ മീൻ RDS അല്ലെങ്കിൽ ഏത് സർവീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ഷനും അവർ ചാർജ് ചെയ്യും. അതെ 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 എക്സാക്ട്ലി. ബാക്കപ്പ് RDSന്റെ ഡീഫോൾട്ട് അല്ല ബാക്കപ്പ്. RDSൽ നമ്മൾ ക്യാഷ് കൂടുതൽ കൊടുത്താൽ അവർ ബാക്കപ്പ് ചെയ്തു തരും. പക്ഷെ നമുക്കിപ്പം ഒരു വലിയ പ്രോജക്റ്റിൽ ഐ മീൻ വലിയ കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ അവർക്ക് കംപ്ലൈൻസസ് ഉണ്ടാവും. ആഴ്ചയിൽ ബാക്കപ്പുകൾ എടുക്കണം അല്ലെങ്കിൽ ഡെയിലി ബാക്കപ്സ് എടുക്കണം. അതെ 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 പക്ഷേ ലൈക്ക് എവറിത്തിങ് എല്ലാത്തിനും കോസ്റ്റ് ഉണ്ടാവും. അതിപ്പോ നമ്മൾ മാനുവലി ഡെയിലി ബാക്കപ്പ് എടുക്കുവാണെങ്കിലും വി വിൽ ചാർജ് ദ കസ്റ്റമർ. അത്രേ ഉള്ളൂ. അതെ 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 അതിപ്പം ആമസോൺ ചെയ്യുമ്പോൾ അവര് ഐ മീൻ അവിടെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് എപ്പോഴും ഒരു കോസ്റ്റിന്റെ അനാലിസിസ് നടത്തുക. ഓക്കെ. ആമസോൺ അതെ ബാക്കപ്പ് എടുക്കുന്നതാണോ നമ്മൾ ബാക്കപ്പ് എടുക്കുന്നതാണോ ലാഭം? അതെ 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 അതെ. ഒരു 99.9% ആമസോണിന് അത് ഓഫ്ലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ലാഭം. അതെ അതെ. പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി സാധാരണയായിട്ട് എങ്ങനെയാണ്? ഈ മൾട്ടി ഏസ്ഡ് അവൈലബിലിറ്റി കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ പ്രൊഡക്ഷനിൽ അതില്ലാതെ. കോസ്റ്റ് കൂടുതലാണ്. പ്രൊഡക്ഷൻ നമ്മള് അവൈലബിലിറ്റി അത് ഈ SLAയുടെ പാർട്ടാണല്ലേ. അതെ അതെ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവര് പറയുമല്ലോ 99.9% അവൈലബിലിറ്റി ഒക്കെ വേണം എന്നൊക്കെ ഒരു റിക്വയർമെന്റിൽ ഉണ്ട് എങ്കിൽ വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അതെ അതെ അവൈലബിലിറ്റിയും നമ്മൾ ഇപ്പൊ RDS പോലുള്ള ഒരു ക്ലൗഡ് സർവീസിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും നമുക്കധികം വെറി ചെയ്യേണ്ടി വരില്ല. ഫസ്റ്റ് ടൈം പ്രോപ്പർ കോൺഫിഗറേഷൻ കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് നീഡ് ടു വെറി മച്ച്. അതെ 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 ശരി. പക്ഷെ നമ്മൾ മാനുവലി ഒരു VM എടുത്തിട്ട് അതിനകത്ത് നമ്മളായിട്ട് സെൽഫ് ഹോസ്റ്റ് ചെയ്യുവാണെങ്കിൽ വി നീഡ് ടു വെറി അബൌട്ട് ദാറ്റ്. അതെ അതെ അതെ. പക്ഷെ എപ്പോഴും ഇപ്പോഴൊക്കെ ചെയ്യുന്ന പ്രൊജക്ട്സിൽ ഒരു ഗ്രീൻ ഫീൽഡോ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 5 yearsന് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 5 or 6 yearsന് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബ്രൗൺ ഫീൽഡ് പ്രോജക്ട്സ് ആണെങ്കിലും നമുക്ക് RDSലോട്ട് മൈഗ്രേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ വളരെ ലീഗസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ പഴയ ഡാറ്റാബേസുകൾ ആക്സസോ അല്ലെങ്കിൽ DBase എന്നൊക്കെ പറയുന്ന പഴയ ഡാറ്റാബേസസ് ഉണ്ട്. അതിലൊക്കെ ഇപ്പോഴും റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ VM എടുത്ത് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എല്ലായിടത്തും എപ്പോഴും അത് കൺസിഡർ ചെയ്യേണ്ടത് കോസ്റ്റ് മാത്രമാണ്. ലൈക്ക് ക്ലൗഡിൽ നമ്മൾ ഏത് സർവീസ് എടുക്കുകയാണെങ്കിലും കോസ്റ്റ് ഒരു ഫാക്ടറാണ്. ഭയങ്കര കോഷ്യസ് ആയിരിക്കണം. ഈവൻ നമ്മുടെ ഈവൻ ഒരു മൗസ് ക്ലിക്ക് പോലെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അതിന് വരെ അവര് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയും ചെയ്യും. ലൈക്ക് ഇപ്പൊ അഷ്യൂറിലൊക്കെ ആണെങ്കിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവോയ്സ് വരെ നമുക്ക് തിരിച്ചു തരും അവര്. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, ഇതാണ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെപ്പോഴും പക്ഷെ അതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ കോസ്റ്റിന്റെ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് വേണ്ട കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന ആ പാർട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ഗൂഗിൾ ക്ലൗഡിൽ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റൈറ്റ് സൈഡിൽ അവർ കാണിക്കും. അത് നല്ലൊരു ഇൻ്റർഫേസ് ആണ്. പക്ഷെ ബാക്കി എല്ലാത്തിലും നമ്മൾ സെപ്പറേറ്റ് പോയി നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ എത്ര ആക്കുന്നു എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അഡ്വാൻസ് പ്ലാൻ ചെയ്തിട്ട് ഇത് റൈറ്റ് സൈഡിൽ തന്നെ, എസ്പെഷ്യലി പുതിയ ഇതിപ്പം ഈ കോസ്റ്റ് ഫാക്ടർ ഡിസൈഡ് ചെയ്യുന്ന ഒരു കേസ് ആ ഒരു ഇത് പ്രോസസ്സ് വെച്ചിട്ട് അത് ഓക്കെയാണ്. പക്ഷേ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇത് കാണിക്കുന്ന കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഐഡിയ കിട്ടും എത്രയാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു കോസ്റ്റ് സേവിങ് സജഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ പല എൻവയോൺമെന്റ്സ് ഉണ്ടാവാമല്ലോ. ഡെവ് ഉണ്ടാവാം, QC ഉണ്ടാവാം, UAT ഉണ്ടാവാം. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന എൻവയോൺമെന്റ്സ് ഉണ്ടാവും. ലൈക്ക് ഡെവോ QC ഒക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കുന്നു. അത്തരം എൻവയോൺമെന്റ്സിന് വേണ്ടി നമ്മൾ RDS എടുത്ത് അതിന്റെ കോസ്റ്റ് ബെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല.
ഓക്കെ. ആ ഹാ ലൈക്ക് ഹാ. നമുക്ക് കുറയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസ് ഉണ്ടാകുമായിരിക്കും ഫോർ ഡിപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ ഡോക്കറിന്റെ അല്ലെങ്കിൽ ഒരു ECS കണ്ടെയ്നർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ലൈക്ക് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ DBസിന്റെ ഡോക്കർ ഇമേജസ് ഒക്കെ കിട്ടും. ഓക്കെ. ആ ഹാ. അത് നമ്മൾ തന്നെ സെൽഫ് ഹോസ്റ്റ് ചെയ്യുവാണെങ്കിൽ RDSന്റെ കോസ്റ്റ്, RDS അല്ല, ഏത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ശരിയാ. അത് ചില പക്ഷെ സിനാരിയോസിൽ അത് അന്നേരം നല്ലത് തന്നെയാണ്. പക്ഷെ അന്നേരം ഉള്ള ഒരു 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 ഒരൊറ്റ ക്യാച്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവ് എൻവയോൺമെന്റും പ്രൊഡക്ഷൻ എൻവയോൺമെന്റും സെയിം ആയിരിക്കുകയില്ല എന്നുള്ള ഒരു ക്യാച്ച് ഉണ്ടാവും. പക്ഷെ അത് അതെ. ഡാറ്റാബേസ് പോലുള്ള കാര്യങ്ങളിൽ അത് അത്രയ്ക്കും ക്രിട്ടിക്കൽ ആയ ഒരു തിങ് അല്ല. അതെ അതെ, ശരിയാ. പിന്നെ നമ്മളിപ്പോ ഒരു അതുപോലെ തന്നെ ഇഷ്യൂസ് ഈ ഒക്കെ വരുവാണെങ്കിൽ ഈ എൻവയോൺമെന്റിന്റെ വേരിയേഷൻസ് കൊണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓക്കെ. ഡാറ്റാബേസിൽ അത്രയ്ക്കും ക്രിട്ടിക്കൽ ആയിട്ട് വരില്ല. അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റെഡ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ടൂളില്ലേ, അവർ കുറച്ച് ഇതുപോലത്തെ സർവീസസ് കൊടുക്കുന്നുണ്ട്, ഈ ഡേറ്റാബേസ് റീസ്റ്റോർ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ നല്ല ചാർജ് ആണ്. അത് വെച്ചിട്ട് ഇതുപോലെ ഈ പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. റെഡ് ഗേറ്റ് SQL സെർവർ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ തോന്നുന്നു എനിക്ക്. പണ്ട് അങ്ങനെ ആയിരുന്നു. അതെ അതെ. അതിന് SQL സെർവറിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. .NET വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം അതിൽ ഇതുപോലെ വെർഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, വെർഷൻസ് റീസ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. കുറച്ചുകൂടി പെയ്ഡാണ്, പേയബിൾ സർവീസാണത്. സോ വേറെ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഷംസാദ്, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എങ്കിൽ ചോദിക്കാം. ഹലോ ജിയോ, കേൾക്കാം? ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ. ഷംസാദ് മ്യൂട്ടാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ ജിയോ, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് വേറെ ഒരു സെഷനായിട്ട് വരാം. അപ്പം ഓക്കെ ഓക്കെ. അപ്പം വളരെ നല്ലൊരു സെഷനായിരുന്നു. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. എല്ലാം നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ഈ ക്ലൗഡ് ഡേറ്റാബേസിനെ കുറിച്ച് താല്പര്യമുള്ളവർക്ക് അവർക്ക് ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഈ 3 പ്ലാറ്റ്ഫോമിലും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ചില സർവീസസൊക്കെ പെയ്ഡാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്ത് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ അഷ്വർ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ അക്കൗണ്ട് ഒരു സബ്സ്ക്രിപ്ഷൻ അവർ ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ അണ്ടറിലായിരിക്കും. അതുകൊണ്ട് അതുവരെ ഒരു 1 മന്ത് പീരീഡ് നിങ്ങൾ സേഫ് ആയിരിക്കും. അത് കഴിയുമ്പോൾ ഒരു പേ ആസ് യു ഗോ അക്കൗണ്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ വൺസ് പേ ആസ് യു ഗോ അക്കൗണ്ടായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സർവീസസ് കുറച്ച് കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. അത് ഈ പ്രൈസിങ് കാൽക്കുലേറ്ററും ബാക്കി ഡോക്യുമെൻറ്റേഷൻ, ഫ്രീ അക്കൗണ്ടിൽ നിന്ന് എന്തൊക്കെ സർവീസാണ് തരുന്നത്, ആ ഒരു രീതിയിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഇതുപോലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ കവർ ചെയ്യാൻ പറ്റി. ഡിഫറെൻറ്റ് സർവീസസ് അഷ്വറിൽ, ആമസോണിൽ, അതുപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡിലുള്ളത്. പിന്നെ കുറച്ച് വെയർഹൗസിൻ്റെയൊക്കെ ആ ഒരു സർവീസസിൻ്റെ ഒരു ഓവർവ്യൂ, NoSQLൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആപ്ലിക്കേഷന് ഏതാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലൗഡ് സർവീസിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സർവീസ് പർച്ചേസ് ചെയ്യാം. പിന്നെ എൻക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ഡിഫോൾട്ടായിട്ട് തന്നെ എൻക്രിപ്ഷൻ ഓണാണ്. കാരണം സെർവറിൽ സെക്യൂരിറ്റി ക്ലൗഡിൽ പ്രധാനമായതുകൊണ്ട് അത് ഡിഫോൾട്ടായിട്ട് തന്നെ ഓണായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. സോ അതുകൊണ്ട് അധികം അത് വറി ചെയ്യേണ്ടി വരത്തില്ല. എങ്കിലും ഈ ആ ഒരു എൻക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബാക്കപ്പ്, പിന്നെ റെപ്ലിക്കേഷൻ, പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം വേണം എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ
ഓർഗനൈസേഷൻ്റെ കംപ്ലയിൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കൂടിയാണ് ഇരിക്കുന്നത്. സോ ഇത്രയാണ് എനിക്ക് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ഓവർ വ്യൂ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സോ നമ്മൾ പുതിയൊരു സെഷനായിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും. സോ ഞങ്ങളുടെ ഈ ഒരു ടോക്ക് എല്ലാം ഇതിൻ്റെ ഒരു ആർക്കൈവ് യൂട്യൂബിലൊരു ചാനലുണ്ട്, IT ഹബ്ബ് മലയാളം എന്ന് പറഞ്ഞു. സോ അവിടെ അവൈലബിൾ ആയിരിക്കും. അവിടെ ആ ഒരു ടോപ്പിക് വൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ ഈ IT ഹബ് കേരള യുടെ ആ ഒരു ക്ലബ് ഹൗസ് പേജ് ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന സെഷൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ജിയോ, ഷംസാദ്, ബാക്കി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും താങ്ക് യു. താങ്ക് യു. താങ്ക് യു.